എല്ലാവർക്കും നമസ്കാരം. പ്രത്യേകിച്ചും ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിക്കാതിരിക്കുന്ന കുറേ പേരുണ്ടാവും. സാധാരണഗതിയിൽ എനിക്ക് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാകുന്ന പല സന്ദർഭങ്ങളിലും ഉറങ്ങാൻ പറ്റാറില്ല. ഞാൻ ചില ദിവസങ്ങൾക്ക് ഉറങ്ങാതിരിക്കാറുണ്ട്. പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് കഴിയുന്നവരെയുള്ളൊരു സംഗതി ഉറക്കം മാറ്റുക എന്നുള്ളതാണ്. ആ രീതിയിൽ ഇന്ന് എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. കാരണം 3 ദിവസമായിട്ട് ഇൻ്റർവ്യൂ കഴിയാതെ ഭക്ഷണം കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ശരിക്കും ആലോചിക്കുകയാണെങ്കിൽ ഒരു 10-20ഓളം വർഷം പഴക്കമുള്ള ഒരു സൗഹൃദമാണ് മുകുന്ദൻ സാറായിട്ട് എനിക്കുള്ളത്. വളരെ ആരാധനയോട് കണ്ട ഒരു എഴുത്തുകാരനെ ഡൽഹിയിൽ പത്രപ്രവർത്തകനായിട്ട് എത്തുന്ന കാലം മുതൽ പരിചയപ്പെടുന്നു. പിന്നീട് ഡൽഹി വിട്ട് വന്നതിന് ശേഷം ഇന്ത്യ ടുഡേയിൽ പത്രപ്രവർത്തകനായിരുന്ന കാലത്താണ് എനിക്ക് തോന്നുന്നു ഒരു 3-4 പ്രാവശ്യം ഇന്ത്യ ടുഡേക്ക് വേണ്ടിയിട്ട് ഞാൻ അദ്ദേഹത്തെ അഭിമുഖം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല ചോദ്യങ്ങളും ഞാൻ ചോദിച്ചതായിരിക്കും. അതിലൊരു പ്രാവശ്യം ഞാൻ നടത്തിയ ഇന്റർവ്യൂയുടെ ടൈറ്റിലായിരുന്നു മുന്നിട്ട മൈ വേ ടു ഡൽഹി എന്ന ടൈറ്റിൽ. ഒരിക്കൽ ഇന്ത്യ ടുഡേയുടെ വാർഷികത്തിന് വേണ്ടിയിട്ടും ഒരു ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് എനിക്കൊന്ന് പകുതി ഫോണിലും പകുതി ഇമെയിലുമായിട്ടാണ് നടത്തിയത്. ചിലത് ടെലിഫോൺ ഇന്റർവ്യൂ ആയിരുന്നു. നേരിട്ടുള്ള ആദ്യത്തെ ഇന്റർവ്യൂ ആണ് ഇതെന്ന് എൻ്റെ ഓർമ്മയിൽ വരുന്നത്. ശരിക്ക് ഇപ്പം ഞാനിപ്പോൾ അടുത്ത കാലത്ത് വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം മുകുന്ദൻ സാറിൻ്റെ എൻ്റെ എംബസിക്കാലം എന്ന ആത്മകഥാ പുസ്തകമാണ്. ഇപ്പം ഞാൻ എൻ്റെ സഹ എഴുത്തുകാരോട് പറയുമായിരുന്നു, ഒരു എഴുത്തുകാരെന്ന നിലയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എനർജി വേണമെങ്കിൽ നിങ്ങൾ നിർബന്ധമായി ഈ പുസ്തകം വായിച്ചില്ല. കാരണം ഇതിൽ ആവശ്യത്തിലധികം എനർജി ഡ്രിങ്ക് സംഭരിച്ചു വെച്ചിട്ടുണ്ട് എന്ന്. മാത്രമല്ല ഇന്ന് ഈ സംഭാഷണത്തിന്റെ പല ഘട്ടങ്ങളിലും എനിക്ക് കാലം ഇറവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു താങ്ങായിട്ട് ഞാൻ വെച്ചിരിക്കുന്നത് ഈ പുസ്തകത്താണ്. ഇതിന്റെ 11ാമത്തെ പേജിലാണ് സാർ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: വിങ്ങുന്ന ആവി പോകുന്ന ഉഷ്ണത്തിൽ കയ്യിൽ മിക്കവാറും ഒഴിഞ്ഞ ഒരു ബാഗുമായി റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ അമ്മ ഒരിക്കൽ കൂടി എന്നെ പ്രസവിച്ചതായി എനിക്ക് തോന്നി. ആദ്യ പ്രസവം മണിയമ്പലത്ത് കൃഷ്ണന്റെ 5ാമത്തെ സന്തതിയായി മഴയിലെ മണിയമ്പലത്ത് വീട്ടിലായിരുന്നു. 2ാമത്തേത് ഡൽഹി റെയിൽവേ സ്റ്റേഷനിലും. ഇങ്ങനെ 2 പ്രസവങ്ങൾ കഴിഞ്ഞ് ഡൽഹിയിലെത്തിയ ആ മുകുന്ദനെ ഒന്ന് ഓർത്തെടുക്കാമോ? ഡൽഹിയിലേത് സത്യം പറഞ്ഞാൽ മറ്റൊരു ജന്മം തന്നെയാണ്. ഒരു പുതിയ ജീവിതം, പുതിയൊരു ലോകം. ഞാനിങ്ങനെ നിരന്തരം ജനിച്ചുകൊണ്ടിരിക്കുന്ന എഴുത്തുകാരനാണ്. എൻ്റെ ഒരു ജന്മത്തിൽ ഞാൻ നിർത്തില്ല. പല സ്ഥലങ്ങളിൽ ഞാൻ ജനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ 2ാമത്തേതാണ് ഡൽഹി. അത് അവിടെ ഞാൻ സത്യം പറഞ്ഞാൽ നാട്ടിൽ ജീവിച്ചതിനേക്കാൾ കൂടുതൽ ജീവിച്ചിരുന്നു. ഞാനവിടെ 1966 1966 മുതൽ 2004 വരെ ഞാനവിടെ ജോലി ചെയ്തിരുന്നു. അത് നീണ്ട ഒരു കാലഘട്ടമാണ്. അപ്പം ആ ഒരു കാലഘട്ടമാണ് നമ്മൾ ഈ പുസ്തകത്തിൽ കാണുന്നത്. ഞാൻ പറഞ്ഞു സാറിന് ആദ്യം കാണുന്ന ഡൽഹിയിലാണെന്നുള്ളത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2004 3-ലോ 4-ലാണ് ഞാൻ ഡൽഹിയിൽ എത്തിയ സമയത്ത് സാറിനെ കാണാൻ ദ്വാരകയിലുള്ള ഫ്ലാറ്റിലേക്ക് വരുന്നു. അന്ന് ചേച്ചി അവിടെ ഉണ്ട്. അന്ന് ഞാൻ മലയാളത്തിൽ MG യൂണിവേഴ്സിറ്റിയിൽ അത്യാവശ്യം കഥകളൊക്കെ എഴുതി 1-2 അവാർഡുകളൊക്കെ കിട്ടി. എൻ്റെ ആദ്യ കഥാസമാഹാരമായിട്ടില്ല, എൻ്റെ കഥകളൊക്കെ പ്രസിദ്ധീകരിച്ചു വരുന്നൊരു കാലമാണ്. ഞാൻ സാറിനെ കാണുമ്പോൾ സാറിന്റെ വീട്ടിലെ സോഫ മുറിയിൽ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അവിടെയുള്ള മാതൃഭൂമി ഓണപ്പതിപ്പിൽ എൻ്റെ കഥയുണ്ട്. പക്ഷെ എനിക്കത് പറയാനുള്ള ധൈര്യം ഇല്ലായിരുന്നു. കാരണം ഞാൻ കഥ എഴുത്തുകാരനാണെന്ന് സാറോട്, സാറിന്റെ മുന്നിലുള്ള ഓണപ്പതിപ്പിൽ എൻ്റെ കഥയുണ്ട് എന്ന് പറയാനുള്ള ധൈര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല. അതേസമയം അന്ന് സാർ അവതാരകയായിട്ട് TV-യിലായാലും അതിനെ കുറിച്ച് നമ്മൾ ധാരാളം സംസാരിച്ചു. അതായത് ആ ഒരു നമുക്കൊരിക്കലും അപ്രോച്ചബിൾ ആവാത്ത സൂപ്പർ സ്റ്റാറിനൊപ്പമാണ് ഞാൻ ഇരിക്കുന്നത് എന്നൊരു തോന്നലാണ് എന്നെ അന്ന് ആ ഒരു പറച്ചിൽ നിന്ന് അകറ്റിയത്. എനിക്ക് തോന്നുന്നു പിന്നീട് എന്നെ ഒരു പത്രപ്രവർത്തകനായിട്ടാണ് സാറിന് അറിയുന്നത്. വർഷങ്ങൾ കഴിഞ്ഞ് ഇന്ത്യ ടുഡേയിൽ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഫോട്ടോഗ്രാഫർ നിഷാദിന് ഒരു പുസ്തക പ്രകാശനം ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ്, നജീബ് പറഞ്ഞപ്പോഴാണ് സാർ നിഷാദ് എഴുതുമോ എന്ന് അറിഞ്ഞതെന്ന് നജീബായി എന്നോട് അനുഭവത്തോടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വളരെ ചെറുപ്പത്തിൽ തന്നെ സൂപ്പർ സ്റ്റാർഡം കിട്ടിയ ഒരു എഴുത്തുകാരനാണ്. ആ സൂപ്പർ സ്റ്റാർഡത്തെ എൻജോയ് ചെയ്തിരുന്നോ, അല്ലെങ്കിൽ അതിന് എങ്ങനെയാണ് സാർ കണ്ടിരുന്നത്? അത് എനിക്ക് തോന്നുന്നത് വായനക്കാർ തെറ്റിപ്പോയതാണ്. സൂപ്പർ സ്റ്റാർ സാധാരണ സിനിമക്കാരാണ് കേട്ടോ. അവരെന്നെ ഒരു സിനിമക്കാരനെ ധരിച്ചോന്ന് എനിക്കറിയില്ല. പക്ഷേ എന്ത് തന്നെയാണ് ഈ സൂപ്പർ സ്റ്റാർ എന്നുള്ള പദവി വലിയൊരു ഭാരമാണ്. പക്ഷെ ഞാനിങ്ങനെ ആയി എനിക്ക് തോന്നുന്നില്ല കേട്ടോ. സൂപ്പർ സ്റ്റാർ ഇപ്പോഴും തോന്നുന്നില്ല. സൂപ്പർ സ്റ്റാർ ഇന്ന് ജീവിച്ചിരിക്കുന്ന സൂപ്പർ സ്റ്റാറായിട്ടുള്ള ഏക എഴുത്തുകാരനുണ്ടെങ്കിൽ അത് സാറാണ്. അതേ സന്തോഷം. അങ്ങനെ പറഞ്ഞാൽ പോരാ, പുസ്തകം വാങ്ങി വായിക്കുകയും ചെയ്യണം.
സാറുമായിട്ട് എനിക്ക് ഓർമ്മ 2005 മാർച്ച് 29-നാണ് OV വിജയൻ, നമ്മുടെ പ്രിയങ്കരനായ എഴുത്തുകാരൻ OV വിജയൻ അന്തരിച്ചത്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മാധ്യമം ആഴ്ചകളിൽ നിന്ന് എനിക്കൊരു കോള് വന്നു. മുകുന്ദൻ സാറിന്റെ ഒരു ഓർമ്മക്കുറിപ്പാണ്, അദ്ദേഹത്തിന് അത് എഴുതാൻ സമയമില്ല, നിഷാദ് പോയിട്ട് എഴുതുകയാണെങ്കിൽ പൈസ നിഷാദിന് തരാം, പക്ഷെ ഓർമ്മക്കുറിപ്പ് അദ്ദേഹത്തിന്റെ പേരിൽ വരും, അദ്ദേഹത്തിന്റെ ഓർമ്മ ഒന്ന് പകർത്തി എഴുതാമോ? അപ്പൊ ഞാൻ പറഞ്ഞു തയ്യാറാണ്. ഞാൻ സാറിനെ വിളിച്ചു. അങ്ങനെ ഞാൻ അവിടെ സൈക്കിൾ റിക്ഷയിൽ കയറി ഞാൻ അവിടെ വന്നു, അഭിമുഖം നടത്തി. ആ അഭിമുഖം ഡൽഹിക്കാരൻ എന്ന പേരിൽ പിന്നീട് മാധ്യമമായിട്ട് വന്നു. ആ അഭിമുഖത്തിൽ ഒരു സന്ദർഭത്തിൽ സാറ് പറയുന്നുണ്ട്, ഡൽഹിയിൽ ഒരു കാലഘട്ടത്തിൽ സാറ് ഡൽഹിയിലൂടെ ഇങ്ങനെ സൈക്കിളിൽ പോയ കഥ ഇതിൽ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു ദിവസം നടന്നു പോകുമ്പോൾ OV വിജയൻ ഒരു കാറിൽ പെട്ടെന്ന് ചവിട്ടി നിർത്തിയിട്ട് പറയുന്നു, ഈ ഒരു 5 വർഷത്തേക്ക് എഴുതി പോകരുത് എന്ന് സാറോട് പറഞ്ഞ ഒരു സന്ദർഭം എന്നോട് ഓർത്തായിട്ട് ഞാൻ ഓർക്കുന്നു. അത്ര ആർത്തിയോടെ എഴുതാൻ എന്താണ് കാരണം? അത് അങ്ങനെ പറയാനൊരു കാരണമുണ്ടല്ലോ, അത്രയും എഴുതിയിട്ടുണ്ടാവില്ല. എന്താണ് അത്രയും ആർത്തിയോടുകൂടി സാധാക്കാലത്ത് എഴുതിയത്? അത് വിജയൻ പറയുമ്പോൾ ഞാൻ വിജയന് അത്ര അടുത്ത ബന്ധം ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് കുറച്ചു കാലം കഴിഞ്ഞ ശേഷം ഞങ്ങൾ വളരെ അടുത്തിരുന്നു. വിജയനെ ഞാൻ എപ്പോഴും ഒരു ഏട്ടനായിട്ടാണ് കണ്ടത്, ജ്യേഷ്ഠ സഹോദരനായിട്ട്. 5-10 വയസ്സിന് വ്യത്യാസമുണ്ട്, അതിൽ കൂടുതൽ നോക്കും. പക്ഷെ ഈ പ്രത്യേക സംഭവം അത് രസമുള്ളതാണ്. എനിക്കിപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് പലവണ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഓർക്കുമ്പോഴെപ്പോഴും രസകരമായി തോന്നുന്നത്. ഞാനിങ്ങനെ ഈ ചാണക്യ വീടിൽ കൂടെ നടന്നു പോയിരുന്നു. അവിടെയാണ് വിജയൻ്റെ വീട്. അപ്പം അവിടെ ഒരു സർക്കിൾ റോഡുണ്ട്. അപ്പം ഞാനിങ്ങനെ പോകുമ്പോൾ വിജയനെ സർക്കിൾ കടന്ന് വരികയാണ്. അപ്പം ഞാൻ കൈകൊണ്ടിങ്ങനെ കാണിച്ചു നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പം അവിടെ ഇങ്ങനെ ഒരുപാട് വാഹനങ്ങൾ ഇങ്ങനെ സർക്കിൾ ഇങ്ങനെ ചുറ്റി പോകുന്നതാണ്. അപ്പം ഇങ്ങോട്ട് കടക്കണമെങ്കിൽ സമയമെടുക്കും. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചെന്നു വിജയൻ്റെ അടുത്തേക്ക്. വിജയന് റോഡ് ക്രോസ് ചെയ്യാൻ എപ്പോഴും പേടിയാണ്, ഭയങ്കര പേടിയാണ്. അപ്പം ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ എന്നോടൊന്നും പറഞ്ഞില്ല കേട്ടോ. എന്നോട് എൻ്റെ ചുമലിൽ പേടിച്ചിട്ട് പറഞ്ഞു, നീ ഇനി ഒരു 5 വർഷത്തേക്ക് ഒരു വരി എഴുതരുത്. അത് പറഞ്ഞ് വിജയൻ തിരിച്ചു പോയി കേട്ടോ. ഞാനിത് കൊണ്ട് ബുദ്ധിമുട്ടി. എന്താണ് ഈ പറഞ്ഞത് അർത്ഥം മനസ്സിലാകണ്ടേ? എനിക്ക് പിന്നെ ഉറക്കം തരുന്നില്ല. എന്താണ് ഈ പറഞ്ഞത് അത് പിടികിട്ടല്ല. എന്നാൽ പിന്നെ കുറച്ചുകൂടി വിശദീകരിക്കുക, എന്തുകൊണ്ടാണ് എങ്ങനെ പറഞ്ഞതെന്നുള്ള അതൊന്നുമില്ല. അത് പറഞ്ഞ് വിജയ സ്ഥലം, പക്ഷെ ഞാൻ സ്ഥലം വിട്ടില്ല. എൻ്റെ പിന്നീടാണ് എനിക്കത് മനസ്സിലായത്. അതെന്താണെന്ന് വെച്ചാൽ നല്ലൊരു ഉപദേശമായിരുന്നത്. അത് പിന്നെ ഞാൻ കുറച്ച് അധികം എഴുതുന്നുണ്ടെന്ന് വിജയന് തോന്നി. ഈ പറഞ്ഞ പോലെ കുറച്ചൊരു സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ പോലെ കുറച്ചൊരു ഗ്ലാമറൊക്കെ വന്നപ്പോൾ പിന്നെ വല്ലാതെ സമ്മർദ്ദങ്ങളുണ്ടായി എഴുതാൻ വേണ്ടിയിട്ട്. വാർഷിക പതിപ്പുകൾ, പിന്നെ പബ്ലിഷേഴ്സ് ആനുകാലികങ്ങൾ. അപ്പം എൻ്റെ ഒരു വലിയൊരു പ്രശ്നമാണ്, എനിക്ക് നോന്ന് പറയാൻ കഴിയില്ല, ഇപ്പോഴും കഴിയില്ല. ഇത്ര കാലം ജീവിച്ചിട്ടില്ല. അതാണ് എൻ്റെ വലിയൊരു ട്രാജഡി. എനിക്കുണ്ടാകുന്ന എല്ലാ കുഴപ്പങ്ങളും നോന്ന് പറയാനുള്ള ബുദ്ധിമുട്ടാണ്. ആരെന്ത് പറഞ്ഞാലും ഞാൻ യെസ് എന്നേ പറയുള്ളൂ. ഇപ്പം എന്നെ പലരും അടുത്തുള്ള പല സുഹൃത്തുക്കളും ഉപദേശിച്ചിട്ടുണ്ട്, നോന്ന് പറയാതെ ജീവിക്കാൻ കഴിയില്ല, എന്നെ കണ്ടുപിടിക്കുന്നു. അപ്പം ഞാൻ അധികം എഴുതുന്നത് വിജയം തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണ്. അതായത് സ്നേഹം കൊണ്ടുള്ള, സ്നേഹത്തോടെയുള്ള ഒരു ഉപദേശമായിരുന്നു. പക്ഷെ മറ്റൊരു വശമുണ്ട്. കുറച്ചുകൂടി കാലം കഴിയുമ്പോഴും വിജയൻ എന്നെ പോലെ ഒരുപാട് എഴുതാൻ തുടങ്ങി. വിജയൻ പിന്നെ നമ്മൾ വിജയന്റെ മുഴുവൻ എഴുത്ത് കണ്ടിട്ടില്ല. വിജയൻ മലയാളത്തിൽ എഴുതിയേക്കാൾ കൂടുതൽ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. ഒരുപാട് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. ഒരു കോളമിനിസ്റ്റായിട്ട് മലയാളത്തിൽ ഒരു ഭാഗത്ത് വരുന്നു, ഇംഗ്ലീഷിൽ വേറെ വരുന്നു, അതിന് പുറമെ കാർട്ടൂൺ വരെ വരുന്നു. അപ്പം അങ്ങനെ വിജയൻ വളരെ പ്രോളിഫിക് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ എന്ത് തന്നെയായാലും പിന്നെ ആ ഒരു ഉപദേശം ഞാൻ സീരിയസ് ആയിട്ട് എടുത്തു. എന്നിട്ട് ഞാനിപ്പോഴും പറഞ്ഞ പോലെ നോന്ന് പറയാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് എഴുതി പോകും. സാറ് ഒരു കാലഘട്ടം കഴിഞ്ഞ് ഫ്രഞ്ച് എംബസിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ഒരു വെക്കേഷൻ പോലെ ഡൽഹിയിൽ പോവുകയും ഇടയ്ക്ക് ഇങ്ങോട്ട് വരികയും ചെയ്യുന്ന അക്കാദമിയിൽ പ്രത്യേകിച്ചുള്ള കാലത്ത് ഒരു ജീവിതമാണ് നയിച്ചിരുന്നത്. ആ കാലത്ത് ഞാൻ നടത്തിയ ഒരു ഇന്റർവ്യൂ തന്നെ സാർ പറഞ്ഞു, എൻ്റെ എഴുത്തിന്റെ ഈശ്വരൻ ഡൽഹിയിലാണ്. ആ ഇന്റർവ്യൂ നമ്മൾ ടൈറ്റായിട്ട് കൊടുത്തതാണ്, എൻ്റെ എഴുത്തിന്റെ ഈശ്വരൻ ഡൽഹിയിലാണ്. സാർ ഇപ്പോൾ അവിടുത്തെ ഫ്ലാറ്റ് വിറ്റു, ആ പൈസ കൊണ്ട് നാട്ടിൽ വീടെടുത്തു. പിന്നെ എഴുത്ത് ഞാൻ എഴുതിയത് മുഴുവൻ ഡൽഹിയിൽ വെച്ചാണ്. അല്ല, അപ്പം ഫ്ലാറ്റ് വിറ്റ് നാട്ടിലെടുത്തു. അപ്പൊ ഈശ്വരൻ എവിടെയാണല്ലോ? എഴുത്തിന്റെ ഈശ്വരൻ മായയിലേക്ക് തിരിച്ചു വന്നോ? അത് മയ്യയിലാണ് ഇപ്പൊ. എഴുത്തരീശ്വരനുണ്ട്. ആ ഈശ്വരന്റെ പിന്നെ ഈശ്വരൻ പ്രസാദിക്കുന്നതിനാണ് ഇങ്ങനെ എഴുതാൻ കഴിയുന്നത്. പക്ഷെ ഈശ്വരൻ പ്രസാദിച്ചത് അല്പം വൈകിട്ടാണ്. അതുകൊണ്ട് എനിക്ക് മയ്യയിൽ വെച്ച് എഴുതാൻ കഴിഞ്ഞില്ല.
ഡൽഹിയിലെത്തിയപ്പോഴാണ് എനിക്ക് തോന്നുന്നത് അത് അന്ന് സാർ പറഞ്ഞ ഉത്തരവായിട്ട് ഞാൻ കണക്ട് ചെയ്യട്ടെ. അന്ന് സാറിനോട് അക്കാദമിയുമായി ബന്ധപ്പെട്ട് നാട്ടിൽ ആരോടും നോ പറയാൻ പറ്റാത്തതുകൊണ്ട് നാട്ടിലെ ചെറിയ പരിപാടിക്കും വലിയ പരിപാടിക്കും ഒരുപോലെ പോകേണ്ടി വന്നിരുന്നു. ഇപ്പൊ ഡൽഹിയിൽ പോലെ ഈ ശല്യമില്ലാതെ എഴുതാൻ പറ്റിയിരുന്നുകൊണ്ടായിരിക്കും സാർ എന്ന് പറഞ്ഞത് എഴുത്തിന്റെ ഈശ്വരൻ ഡൽഹിയിലാണെന്ന്. ഇന്ന് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു സാറിന് അപ്പം ലീവ് എടുത്തിട്ട് ഡൽഹിയിൽ പോകുന്നു, അവിടെ നിന്ന് എഴുതുന്നു. എഴുതാനൊക്കെ ഉള്ള സമയത്ത് ഡൽഹിയിൽ പോകുമായിരുന്നു അല്ലെ? ആ ഒരു സംഗതിയും കൂടി അതിലൊരു ഘടകമായി വന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് നാട്ടിൽ വെച്ചിട്ട് ഒന്നും എഴുതാൻ കഴിഞ്ഞിട്ടില്ല. നാട്ടിൽ വെച്ചിട്ട് ഞാൻ എഴുതിയതൊക്കെ മനസ്സിലാണ്. മനസ്സിൽ ഞാൻ എഴുതിക്കൊണ്ടേയിരുന്നു. പക്ഷേ കടലാസിൽ എഴുതാനുള്ള വലിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഡൽഹിയിൽ വെച്ച് അതിനെയാണ് നിഷാദ് ചോദിച്ച് ചോദിക്കാം. അപ്പൊ അത് ഡൽഹിയിൽ വെച്ചിട്ടാണ് ഈ എഴുത്തിന്റെ ഈശ്വരനെ ഞാൻ കാണുന്നത്. എഴുത്തിന്റെ ഈശ്വരന്റെ പ്രസംഗം അനുഗ്രഹം വാങ്ങുന്നതും എഴുതുന്നതും. എപ്പോഴും എഴുത്തുകാരെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു, ഞാൻ മുഹമ്മദ് സാറിന്റെ വീട്ടിലൊക്കെ വന്ന് കാണുമ്പോൾ എവിടെ കണ്ടാലും എഴുത്തിന്റെ പ്രോസസ്സ് അറിയാനുള്ള ഒരു ആഗ്രഹം എഴുത്തുകാരനെല്ലാം എനിക്ക് എപ്പോഴും ഉണ്ട്. ഇത് എങ്ങനെ എഴുതുന്നു, ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്, ഇതിന്റെ പിന്നിൽ വേറെ എന്തെങ്കിലും ചേരുവകൾ കൂടി ചേരേണ്ടതുണ്ട്. എഴുത്തുകാരുടെ മുറി എങ്ങനെയായിരിക്കണം, എഴുത്തുകാരുടെ മുറി എന്ന സങ്കല്പം ഉണ്ടോ? ഇപ്പം സുഭാഷ് ചന്ദ്രന് പണ്ട് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ സമയത്ത് മലയാള ഭാര്യയ്ക്ക് വേണ്ടി ഇന്റർവ്യൂ നടത്തിയപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഒരു വാടക വീട്ടിലായിരുന്നു അദ്ദേഹം താമസിച്ചത്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ എഴുതുന്നുണ്ടെങ്കിൽ ഈ ബെഡില് ആണ് കിടന്നിട്ട് ഇതിലാണ് എഴുതുന്നത്. അപ്പൊ തലേന്നെ ഭാര്യയോട് പറയും രാവിലെ എഴുതാറുണ്ട്, അപ്പൊ മക്കളെ താഴെ നിലത്ത് കിടത്തിയിട്ട് അവിടെ കിടന്നിട്ടാണ് ഞാൻ എഴുതാറ്. എഴുത്ത് മേശ എന്ന സങ്കല്പം എനിക്കില്ല, ഉള്ളത് നമ്മുടെ മനസ്സിൽ തന്നെയാണെന്ന് പറഞ്ഞത്. സാറിന്റെ എഴുത്ത് മേശയെ കുറിച്ച് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു, ഞാൻ കാറിലിരുന്നു ടോയ്ലറ്റിൽ ഇരുന്നൊക്കെ കഥ എഴുതിയിട്ടുണ്ടെന്നുള്ളതാണ്. അങ്ങനെ അത്തരം സമ്മർദ്ദത്തിൽ എഴുതേണ്ടി വന്നതിന്റെ ഒരു കാര്യം എന്താണ്? ഞാൻ പല വിധത്തിൽ എഴുതാനുള്ള ഞാൻ ബാച്ചിലറായി ഇരിക്കുന്ന കാലത്ത് ഞാൻ ഈ കാക്കനാടൻ സഹോദരന്മാരുടെ കൂടെ താമസിച്ചിരുന്നു. അവരെല്ലാം രാത്രിയെല്ലാം വന്ന് ബഹളം വെക്കുമായിരുന്നു. ഭയങ്കരമായിട്ട് ഉറക്കമൊന്നുമില്ല അവർക്ക്, ഇങ്ങനെ ബഹളം വെക്കുമായിരുന്നു. അപ്പോഴപ്പോഴും ഞാൻ അവിടെ ബഹളത്തിന്റെ നടുവിലിരുന്നിട്ട് എഴുതുമായിരുന്നു കേട്ടോ. ഇവരിങ്ങനെ ബഹളം വെക്കുമ്പോൾ ആ നടുവിൽ ഇരുന്നിട്ട് കമിഴ്ന്ന് കിടന്നിട്ട് എഴുതിയിരുന്നു. അങ്ങനെ എഴുതിയൊരു പുസ്തകമാണ് പിന്നെ ആവിലായി സൂര്യോദയം എന്നുള്ളത്. ഈ കാക്കാടൻ സഹോദരന്മാർ ബഹളം വെക്കുമ്പോൾ അതെനിക്ക് തോന്നുന്നില്ല, എഴുത്ത് എന്നുള്ളത് നമ്മുടെ ഉള്ളിലുള്ള അതിങ്ങനെ ആദ്യം ഇങ്ങനെ പോക്കഞ്ഞ് നീറി ഇങ്ങനെ എരിഞ്ഞിരിക്കും, പിന്നെ അത് കത്തുമ്പോൾ പിന്നെ നമുക്ക് സ്ഥലകാല ബോധമൊന്നും ഉണ്ടാവില്ല. എവിടെയാണ് ഇരിക്കാൻ പറ്റുന്നത്, എവിടെയാണ് കിടക്കാൻ പറ്റുന്നത്, അവിടെ ഇരുന്ന് നമുക്ക് എഴുതുക എന്നുള്ളതാണ്. അതിൻ്റെ പല അനുഭവങ്ങളുണ്ട്. ഡൽഹിയിൽ വെച്ച് എന്നാൽ പോയി 2 മണിയാവട്ടെ പോലീസ് വിളിച്ചിരുന്നു. അതിങ്ങനെ എഴുതുവാനുള്ള സമയം ഇല്ല അപ്പോഴും. പിന്നെ ഓഫീസിൽ ലഞ്ച് ടൈമിൽ ഞാൻ ഭക്ഷണം കഴിക്കാതെ പോയിട്ട് എവിടെയെങ്കിലും പോയിട്ട് കാർ നിർത്തിയിട്ട് സ്റ്റിയറിങ്ങിന്റെ മുകളിൽ അന്ന് എനിക്ക് എഴുതുന്ന അക്കാലത്ത് നമുക്ക് ഒരു പലകയുണ്ട്, ഇപ്പോഴും കാണുന്നില്ല, ഒരു പലകയുണ്ട്. അതിന്റെ മുകളിൽ ക്ലിപ്പ് കടലാസ് വെച്ചിട്ട് ഞാനത് കാറിന്റെ സ്റ്റിയറിങ്ങിന്റെ മുകളിൽ വെച്ചിട്ട് എഴുതുമായിരുന്നു. കാരണം എഴുതാനുള്ള ആ ഒരു തീപിടുത്തം. അപ്പോൾ ഓഫീസിൽ നിന്ന് എഴുതാൻ പറ്റില്ല, പണിയുണ്ട്. അപ്പോഴങ്ങനെ ഞാൻ എവിടെയോ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തിയിട്ട് എഴുതുമ്പോഴാണ് പോലീസ് വന്നത്. അപ്പൊ പോലീസ് വന്നിട്ട് അതൊരു അവിടുത്തെ IAS താമസിക്കുന്ന നമ്മുടെ മാധവനെക്കുള്ളവർ താമസിക്കുന്ന IAS വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ താമസിക്കുന്ന അവരുടെ പിന്നെ വീടുകളുടെ പെറയിലുള്ള ബാക്ക് അവിടെ വീട്ടിന്റെ പിന്നിൽ ഒരു വഴിയുണ്ടാവും, അവിടേക്ക് അങ്ങനെ ചെറിയൊരു വഴിയുണ്ടാവും. ആ ഒരു ബാക്കിലേക്കാണ് ഞാൻ കാർ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ പോലീസുകാരൻ പറഞ്ഞു, ഞാൻ എന്താണ് ഇവിടെ നിർത്തുന്നതെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ എഴുതുവാണ്. അയാൾ വെച്ചിട്ട് എന്താണ് ഞാൻ എനിക്ക് പ്രാന്താണ്, ഈ IAS താമസിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് കാറിലിരുന്ന്. പിന്നെ അപ്പോഴും ഞാൻ എൻ്റെ ഐ-കാർഡ് കാണിച്ചു കൊടുത്തു. എംബസിലെ ഞാൻ പോയിക്കൊന്നു. എന്നിട്ട് എന്നോട് ഉപദേശിച്ചു, ഇനി ഇവിടെ അങ്ങനെ വരാൻ പാടില്ല. പക്ഷെ ഒരിക്കൽ കൂടി അങ്ങനെ പോലീസ് വന്നിരുന്നു. അത് മറ്റൊരു സ്ഥലത്തായിരുന്നു. ഇതേപോലെ എഴുതുമ്പോൾ അങ്ങനെയൊക്കെയാണ് എഴുത്തിനങ്ങനെ ഒരു സ്ഥിരമായിട്ട് ഒരു സ്ഥലം അങ്ങനെ എനിക്ക് ആവശ്യമില്ല. അത് ഞാനിപ്പോൾ പറഞ്ഞ പോലെ അത് ഉള്ളിൽ നിന്ന് നീറി പിടിച്ച് കത്തിയാകുമ്പോൾ എവിടെ ഇരുന്ന് വരാം, വേണം എവിടെ ഇരുന്ന് വരാം. സാറിന്റെ ഈ എന്റെ എംബസി കാലത്ത് സാറ് രാജൻ കാക്കനാടനെ കുറിച്ച് എഴുതുന്നുണ്ട്. പെയിന്റിങ്ങുകളും കഥയുടെ പ്ലോട്ടുകളും വിറ്റിട്ടാണ് രാജൻ ജീവിക്കാനുള്ള പണം സമ്പാദിച്ചത്. വെള്ളിയാഴ്ചകൾ കേരള ക്ലബിൽ സാഹിത്യ സഖ്യമുള്ള ദിവസങ്ങളിൽ
മുകളിലേക്കുള്ള കോണിപ്പുഴയുടെ താഴെ വരാതെ രാജൻ വന്നു നിൽക്കുന്നുണ്ടാകും. ഗോൾഡാക് ഗാനയിൽ നിന്നും കരോൾ ബാഗിൽ നിന്നുമെല്ലാം പയ്യന്മാർ വരും. അവർ പലരും എഴുതാൻ താല്പര്യമുള്ളവരായിരുന്നു. രാജൻ അവരോട് ചോദിക്കും, കഥയുടെ പ്ലോട്ടുകളുണ്ട്, വേണോ? പയ്യന്മാർ മടിച്ചു. നല്ല പ്ലോട്ടുകളാണ്, വെറും 25 രൂപ മാത്രം, ഒരെണ്ണം തരട്ടെ. സ്വകാര്യ സ്ഥാപനങ്ങളിൽ ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്നവരായിരിക്കും പയ്യന്മാർ. ചിലർ സർക്കാർ വകുപ്പുകളിൽ താഴ്ന്ന തസ്തികകളിൽ ജോലി ചെയ്യുന്നവരായിരിക്കും. അവർക്ക് 25 രൂപ വലിയ സംഖ്യയാണ്. എന്നാൽ 2 പ്ലോട്ടുകൾ തരാം, 40 രൂപ. അപ്പോൾ പയ്യന്മാർ മടിച്ചു നിൽക്കും. ശരി, രാജൻ പറയും, എന്റെ കയ്യിൽ 4 പ്ലോട്ടുണ്ട്, 4 മൊത്തമായി 30 രൂപയ്ക്ക് തരാം. ഒരു പയ്യൻ ഇടതും വലതും നോക്കി ആരും കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം പണം കൊടുത്ത് പ്ലോട്ട് വാങ്ങി. മറ്റു പയ്യന്മാരൊന്നും വാങ്ങിയില്ല. ദാരിദ്ര്യം തന്നെ ആയിരിക്കണം കാരണം. കുമ്പളങ്ങ എന്ന പേരുള്ള ഒരു കഥയുടെ പ്ലോട്ട് രാജന്റെ കയ്യിലുണ്ടായിരുന്നു. അത് ആരും വാങ്ങിയില്ല. പിന്നീട് രാജൻ തന്നെ അതൊരു കഥയാക്കി എഴുതി പ്രസിദ്ധീകരിച്ചു. അതിഗംഭീരമായ ഒരു കഥയായിരുന്നു അത്. MP നാരായണപിള്ള 25 രൂപ കൊടുത്ത് രാജന്റെ കയ്യിൽ നിന്ന് ഒരു പ്ലോട്ട് വാങ്ങിയ വാർത്ത കേരള ക്ലബിൽ പരന്നിരുന്നു. അതായത് കഞ്ചാവ് വാങ്ങുന്ന പോലെ ഒളിഞ്ഞ് രഹസ്യമായി കഥയുടെ പ്ലോട്ട് വാങ്ങിയ ഒരു കാലഘട്ടത്തെ കുറിച്ചാണ് സാർ എഴുതിയിരിക്കുന്നത്. സാർ അതിന്റെ പ്ലോട്ട് ഈ ഇദ്ദേഹത്തിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ സാറിന്റെ പ്ലോട്ടുകൾ എങ്ങനെയാണ് വരുന്നത്? അത് പിന്നെ അന്ന് കേരള ക്ലബിലാണ്. കേരള ക്ലബിൽ വെള്ളിയാഴ്ച ഉണ്ടാകുന്ന ഒരു പരിപാടിയാണ്, ഇപ്പോഴും ഉണ്ടത്. ആ വെള്ളിയാഴ്ച കേരള സാഹിത്യത്തിൽ നമ്മൾ ഒത്തുചേരുന്ന സാഹിതി സഖ്യ എന്ന് പറഞ്ഞ ആ ഒരു പരിപാടിയിലാണ് ഒരുപാട് നമ്മുടെ ഈ ആധുനികമായിട്ട് ഒരുപാട് കഥകളും ഒക്കെ വന്ന് വീക്കൻ, പിന്നെ കാക്കനാട്, നോവി, വിജയൻ എല്ലാവരും അവിടെ ഉണ്ടാവും. അപ്പം അവിടെ എഴുതാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുടെ ഒരുപാട് എഴുത്തുകാരെ ആരാധിക്കുന്ന മലയാളികൾ പയ്യന്മാർ അവർ വരും. അപ്പം അവരോടാണ് രാജൻ, പിന്നെ അവർക്കാണ് ഓഫർ കൊടുത്തത്. 25 രൂപ അന്ന് വലിയ പൈസയാണ്, ഇന്നത്തെ പോലെയല്ല. പക്ഷേ പിന്നെ രാജനതിങ്ങനെ തമാശയല്ല, കാര്യമായിട്ട് പറഞ്ഞാണ്. രാജനിങ്ങനെ പ്ലോട്ട് വിറ്റിട്ടുണ്ട്, എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് എൻ്റെ കയ്യിൽ ഒരുപാട് പ്ലോട്ടുണ്ട്. പക്ഷെ എനിക്കില്ലാത്ത ഒരു വിശാല മനസ്കത പിന്നെ MP നാരായണപിള്ളയുണ്ടായിരുന്നു. MP നാരായണപിള്ള, രാജൻ പറഞ്ഞത് ശരിയാണ്. MP നാരായണപിള്ള പിന്നെ രാജൻ്റെ കയ്യിൽ നിന്ന് 2-3 പ്ലോട്ടുകൾ വാങ്ങിയിട്ടുണ്ട് കഥയുടെ 25 രൂപ കൊടുത്തിട്ട്. അപ്പോൾ MP നാരായണപിള്ള എന്നോട് പറഞ്ഞത്, പിന്നെ എനിക്ക് പിന്നെ പ്ലോട്ടുകൾ ഒരു ദാരിദ്ര്യമില്ല, ഇഷ്ടംപോലെ ഉണ്ട്, എഴുതാൻ സമയമില്ലെന്ന്. എന്നിട്ട് ഞാനിത് പിന്നെ രാജന്റെ കയ്യിൽ 25 രൂപ കൊടുത്ത് വാങ്ങിയത് രാജനെ സഹായിക്കാൻ വേണ്ടിയാണ്. രാജൻ കാക്കനാണെന്നുള്ള ഒരു അത്ഭുത കഥാപാത്രമാണ്. പിന്നെ അവിടെ നമ്മുടെ സോവിയറ്റ് യൂണിയനുള്ള കാലമാണ്. സോവിയറ്റ് യൂണിയൻ്റെ ഇൻഫർമേഷൻ സെന്ററിൽ ഞാൻ സോവിയറ്റ് ലാൻഡ് എന്ന് പറഞ്ഞൊരു മാസിക ഉണ്ടായിരുന്നു. അതിൻ്റെ സർക്കുലേഷൻ മാനേജറായിരുന്നു. വലിയ സംഭവമൊക്കെ ആളായിരുന്നു. അതൊക്കെ അത് ഉപേക്ഷിച്ച് ഇങ്ങനെ തെണ്ടി നടക്കുകയാണ് ചെയ്യുക. വിശക്കുമ്പോൾ അവിടെ പിന്നെ നമ്മുടെ സിഖുകാരുടെ ഗുരുദ്വാരയുണ്ട് കൊണാർപ്പേസിനകത്ത്. ഗുരുദ്വാരയിൽ ആർക്ക് പോയാലും ഭക്ഷണം കിട്ടും. നമ്മളൊക്കെ പോയി ഇരുന്നാൽ നല്ല ഭക്ഷണം കിട്ടും. അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യാം. അപ്പം അങ്ങനെയുള്ള ഒരു കഥാപാത്രമാണ് രാജൻ. പക്ഷെ ചിലപ്പോഴും ഇതിനെ പൈസക്ക് പിന്നെ ആവശ്യം വരും. അല്പം മദ്യം കഴിക്കുകയാണെങ്കിൽ അതിനൊക്കെ അപ്പോഴാണ് ഈ പ്ലോട്ട് വിൽക്കുന്നത് കേട്ടോ. ഞാൻ പിന്നെ അങ്ങനെ വാങ്ങിയിട്ടില്ല. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ എൻ്റെ കയ്യിൽ ഒരുപാട് പ്ലോട്ടുണ്ട്. പിന്നെ പ്ലോട്ട് വാങ്ങാതെ തന്നെ ഞാൻ രാജന് കാശ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ 25-ാം തീയതിയാണ് ശമ്പളം കിട്ടുക. 25-ാം തീയതി ശമ്പളം കിട്ടിയാണ് ജനങ്ങളോട് നോക്കുമ്പോൾ രാജ്യം പുറത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ എന്താണ് പ്ലോട്ട് വാങ്ങുന്നത്? അത് അങ്ങനെയുള്ള ഒരുപാട് എനിക്കുണ്ടല്ലോ ആ കാലം ആലോചിക്കുമ്പോൾ രസം തോന്നുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ, സൗഹൃദങ്ങൾ ഇന്ന് നമുക്കതൊന്നും ഇല്ലല്ലോ. അതൊരു നഷ്ടമാണ്, വലിയൊരു നഷ്ടമാണ്. ഇതൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ അത്ഭുതം തോന്നും. ഇങ്ങനെയുള്ള ഒരു കാലത്തിൽ കൂടിയാണ് നമ്മളൊക്കെ ജീവിച്ചത് എന്നുള്ളതല്ല. അല്പം മദ്യം കഴിക്കാൻ വേണ്ടി കഥയുടെ പ്ലോട്ട് കൊടുക്കുക, കഥ വിറ്റാൻ തന്നെയും സാധിക്കും. അങ്ങനെയുള്ള ഒരു ജീവിതം. പിന്നെ ഒരുപക്ഷെ അതുകൊണ്ട് ആയിരിക്കാം ആ കാലത്ത് ഈ നമ്മുടെ സാഹിത്യം വളരെ സമ്പന്നമായിട്ട് ഒരുപാട് പുത്തൻ ധാരകൾ കടന്നു വന്നത്. ഫേസ്ബുക്ക് ഒന്നും ഇല്ലാത്ത കാലത്തായതുകൊണ്ടായിരിക്കാം. ഇല്ലെങ്കിൽ നാളെ എൻ്റെ പ്ലോട്ടാണ് എഴുതിയെന്നൊക്കെ പറഞ്ഞിട്ട് എഴുത്തുകാർ എഴുതുന്ന ഒരു കാലഘട്ടമാണ്. ഞാൻ അവിടെ പറഞ്ഞ പ്ലോട്ടാണ് ഇയാൾ സിനിമ ആക്കിയത് അല്ലെങ്കിൽ കഥ എഴുതിയതെന്ന് പറയാത്ത ഒരു പറയുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു സൗഹൃദത്തിന്റെ വലിയൊരു സമ്പന്നമായ കാലമാണ് സാർ പറഞ്ഞത്. ഇതിന്റെ തുടർച്ചയായിട്ടൊരു ചോദ്യം, അപ്പൊ സാറിന്റെ പ്ലോട്ടുകളൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? ഇത് വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്? ഇതിന് ആദ്യം എങ്ങനെ പരിചയം? എഴുതി വെക്കാറുണ്ടോ, നോട്ട്ബുക്കിൽ വെക്കാറുണ്ടോ, അല്ലെങ്കിൽ ഇപ്പം ടി. പത്മനാഭൻ സാറൊക്കെ പറയാറുണ്ട് ചെറിയൊരു കുറിപ്പായിട്ട് ഈശ്വര എഴുതിയിടാറുണ്ട്.
എങ്ങനെയാണ് ഇതിനെ സംഭരിച്ചു വെക്കുന്നത്? ഇല്ല, അത് പിന്നെ ഈ കഥ പലപ്പോഴും ജനിക്കുന്നത് ഒരു കഥയായിട്ടല്ല, ഈ കഥയുടെ ഏതെങ്കിലും ഒരു ഭാഗമായിട്ടാണ്. അതായത് ചിലപ്പം ഒരു കഥാപാത്രമായിട്ട്, അല്ലെങ്കിൽ ഒരു സംഭാഷണമായിട്ട്, അല്ലെങ്കിൽ ഒരു ഇമേജ് ആയിട്ട്, ദൃശ്യങ്ങളായിട്ട്, അങ്ങനെയൊക്കെയാണ് കഥ ജനിക്കുന്നത്. നമ്മൾ പലപ്പോഴും വിചാരിക്കും കഥ എഴുത്തുകാരൻ മനസ്സിൽ ജനിക്കുന്നത് സമ്പൂർണമായ ഒരു കഥയായിട്ടാണ്. അങ്ങനെയില്ല. കഥയുടെ ചില അംശങ്ങളാണ്, പലപ്പോഴും ചില ശബ്ദങ്ങൾ. പിന്നെ ഇപ്പം ഞാൻ മയ്യഴിപ്പുഴക്കിരങ്ങളുടെ കഥാനായിക ചന്ദ്രിക എന്നുള്ള കഥാപാത്രം ജനിച്ചത് ഒരു പാദസരത്തിന് ശബ്ദമായിട്ടാണ്. ആദ്യം അവളുടെ കാലിലെ പാദസരത്തിന് ശബ്ദമാണ് ഞാൻ കേട്ടത്, പിന്നീടാണ് അവൾ ഉണ്ടാകുന്നത്. അതുപോലെയാണ് എല്ലാ കഥകളും, എവിടെയെങ്കിലും ഒരു ദൃശ്യമായിട്ട്, ഒരു ശബ്ദമായിട്ട് ഇങ്ങനെ ജനിക്കുന്നത്, അങ്ങനെയാണ് വരുന്നത്. പക്ഷെ എൻ്റെ മനസ്സിൽ എപ്പോഴും കഥകളുണ്ടാവും, നോവലുകളുണ്ടാവും, ഇപ്പോഴും ഉണ്ട്. അപ്പം എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, ഈ ഒരുപാട് കഥാപാത്രങ്ങൾ പൂർണ്ണമായിട്ട് വികസിക്കാത്ത കഥാപാത്രങ്ങളുണ്ടാവും, വികസിച്ച കഥാപാത്രങ്ങളുണ്ടാവും, പിന്നെ ഭ്രൂണരൂപത്തിലുള്ള കഥാപാത്രം, ഇതൊക്കെ കിടന്ന് മനസ്സിൽ കിടന്ന് ഭാഗം വെക്കും, നിലവിളിക്കും. ഇപ്പോഴും അങ്ങനെ നിലവിളിക്കുന്നുണ്ട്. ഈ നിലവിളി അസഹ്യമാകുമ്പോഴാണ് ആരാണ് ഏറ്റവും കൂടുതൽ ഉച്ചത്തിൽ നിലവിളിക്കുന്നത്, ആ ഒരു കഥാപാത്രത്തെ കുറിച്ച് ഞാൻ എഴുതും. അതാണ് എൻ്റെ രീതി. ഇതിനെ കുറിച്ച് വെക്കാറില്ല. ഇപ്പോഴും എനിക്ക് തോന്നി, ഇപ്പം നോവൽ എഴുതുമ്പോൾ പോലും ഞാൻ കുറിച്ച് വെക്കാറില്ല. ഒരുപാട് കഥാപാത്രങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടാണ്. ഈ കോൺട്രഡിക്ഷൻ സ്വഭാവത്തിലൊക്കെ നമുക്ക് ഓർക്കാം. ഇപ്പം ഞാനെന്താ പറയുന്നത്, ഒരു പർട്ടിക്കുലർ എന്നുള്ള കഥാപാത്രം അധികമൊന്നും സംസാരിക്കണമെന്ന് ഞാൻ സ്ഥലത്ത് എഴുതി വെക്കും. നോവലിൽ കുറേ പേജ് കഴിഞ്ഞിട്ട് ഈ കഥാപാത്രം ഒരുപാട് സംസാരിക്കുന്നുണ്ടാവും. അപ്പോഴെന്ത് സംഭവിച്ചു? അപ്പം അതുപോലുള്ള കോൺട്രഡിക്ഷൻസും പ്രശ്നങ്ങളൊക്കെ വരും. അത് പക്ഷേ മുമ്പ് എനിക്ക് നല്ല ഓർമ്മശക്തി ഉള്ളതുകൊണ്ട് ഞാൻ എഴുതി വെച്ചു. ഇപ്പം എഴുതി വെക്കും. ഇപ്പം ഞാൻ ഒരു നോവൽ, ഇപ്പോഴത്തെ പുതിയ നോവലൊക്കെ നിങ്ങൾ എന്നുള്ള നോവൽ എഴുതിയപ്പം ഓരോ കഥാപാത്രത്തെക്കുറിച്ച് പിന്നെ ഒരു പേജ് തന്നെ എഴുതിയിട്ടുണ്ട്. കഥാപാത്രത്തിൻ്റെ രൂപം, വയസ്സ്, രൂപം, സ്വഭാവം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ. പക്ഷേ ചെറുപ്പകാലത്ത് ആവശ്യമുണ്ടായിരുന്നു. ചെറുപ്പകാലത്ത് നമുക്ക് നല്ല ഓർമ്മശക്തി ഉണ്ടാവും. പക്ഷെ ഇനി അങ്ങോട്ട് കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അതിന് ഇങ്ങനെ അത് പലരും തന്നെയാണ്, പല എഴുത്തുകാരും പിന്നെ ഇങ്ങനെ കുറിപ്പുകൾ, കഥാപാത്രങ്ങളെ കുറിച്ചുള്ള കുറിപ്പുകൾ എഴുതി വെക്കുന്ന രീതിയുണ്ട്. ഈ ആത്മകഥ വായിക്കുന്ന സമയത്ത് സാറിന്റെ പല കഥകളിൽ നോവലും ശ്രദ്ധിച്ചതുപോലെ തന്നെ സ്ത്രീജനങ്ങൾ സജീവമായി വരുന്നത്. പലപ്പോഴും എനിക്ക് തോന്നുന്നു ഒരാളിൻ്റെ ഒരു ആൾക്കൂട്ടമാണ് ഈ ആത്മകഥ. സാറായിട്ടല്ല, ഒരു ആൾക്കൂട്ടമാണ്. അതിൽ സാറിൻ്റെ കൂട്ടുകാരെ സീജ ചേച്ചിയെ പറ്റി പലവട്ടം പറയുന്നുണ്ട്. ഒരിക്കലും എഴുത്തുകാരൻ്റെ ആത്മകഥയിൽ പലപ്പോഴും അഭാവം ഉണ്ടാകുന്ന ഭാര്യയുടെ ഒരു സാന്നിധ്യമായിരിക്കും. എനിക്ക് ഓർമ്മയുണ്ട്, ഇതിലൊരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്, രാത്രി വീട്ടിൽ ബർത്ത്ഡേ പാർട്ടിക്ക് വരാമെന്ന് പറഞ്ഞിട്ട് വൈകി എന്തോ പിന്നെ ഫ്രഞ്ച് ബസ്സിൽ തിരക്ക് മൂലം രാത്രി 11 മണിയോ 12 മണിയോ ആയിട്ടും മറികി വിടാതെ വീട്ടിലെത്തിയിരിക്കുന്ന സീജ ചേച്ചിയെ കുറിച്ച് അതൊരു സ്ഥലത്ത് പറഞ്ഞിരിക്കുന്നത്. അതൊരു സിനിമ കട്ട് ചെയ്തല്ല, അതിനെ കട്ട് ചെയ്തത് ഭയങ്കരമായിട്ട് എനിക്ക് തോന്നി. അതായത് പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അവിടെ കട്ട് ചെയ്യണം, ഇരുട്ടത്തിരിക്കുന്ന ചേച്ചിയെ കാണുന്ന രംഗത്ത് വെച്ചിട്ട് കട്ട് ചെയ്ത ആ അധ്യായം തീരുകയാണ്. ഈ ആത്മകഥ എഴുതുന്ന സമയത്ത് സാർ ഈ പറഞ്ഞ കുറിപ്പുകൾ എടുക്കേണ്ടി വന്നിട്ടുണ്ടോ? പിന്നെ സ്വാഭാവികമായിട്ടും പല പല കാര്യങ്ങൾ വരുന്നുണ്ട്. സാർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരു 3 പുസ്തകം ആത്മകഥ എഴുതാനുള്ള സംഗതികളുണ്ട്, ഒരു 3 വർഷം എടുത്തിട്ടാണ് ഇത് എഴുതിയത്. അപ്പം പിന്നെ എപ്പോഴും എനിക്ക് തോന്നുന്നത് എപ്പോഴും ബയോഡാറ്റ നോക്കണം. ബയോഡാറ്റയിൽ എപ്പോഴും ചേച്ചിയുടെ പേര് വെക്കുന്ന ഒരു എഴുത്തുകാരനാണ് സാർ. കുടുംബം എത്രത്തോളം ഈ എഴുത്തിൽ സാറിന്റെ ഭാഗമായിരുന്നു? അല്ല, ഞാൻ കുടുംബത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. എഴുത്തുകാരന് സഞ്ചാരിയാണ്. എഴുത്തുകാരനെ അറിഞ്ഞു നടക്കണം. എഴുത്തുകാരിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കണം അറിയാത്ത സ്ഥലങ്ങളിലൊക്കെ. അങ്ങനെ സഞ്ചരിക്കുമ്പോഴും അറിഞ്ഞു നടക്കുമ്പോഴും തിരിച്ചു വരാനൊരിടം വേണം. കേട്ടോ, അതാണ് വീട്. നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും പിന്നിൽ എനിക്ക് മതി, അറിഞ്ഞു നടന്നത് മതി, എനിക്ക് വയ്യ എന്ന് തോന്നുമ്പോഴും എനിക്കൊരു വീട് വേണം മടങ്ങി വരാൻ. സാറിന്റെ ശമ്പളം മുഴുവൻ മറ്റെഴുത്തുകാർ കൊണ്ടുപോയ ഒരു കാലഘട്ടത്തിന് അവസാനം വരുന്നത് കല്യാണം കഴിയുന്നവരാണ്. ഇതിൽ തന്നെ എഴുതുന്നുണ്ട്, കല്യാണം കഴിയുന്നവരെ നമ്മൾ പാർക്കുന്നത് പാർപ്പിടത്തിലാണ്. കല്യാണം കഴിഞ്ഞ് കുട്ടികളാകുമ്പോൾ പാർപ്പിടം വീടായി മാറുന്നു, വീട് കുടുംബത്തിന് താമസിക്കാനുള്ളതാണ്. അങ്ങനെ സാർ തന്നെ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. ഇതേ സാർ തന്നെ വേറൊരിടത്ത് പറയുന്നു, യോവി വിജയന്റെ ഖസാക്കിനോട് എനിക്ക് അസൂയ തോന്നിയിട്ടില്ല, പക്ഷേ തീപ്പെട്ടി കൂടുപോലുള്ള ഒരു വീട്ടിൽ താമസിക്കുന്ന എനിക്ക് വിജയന്റെ ആ വമ്പൻ വീടിനോട് അസൂയ തോന്നിയിരുന്നു. അപ്പൊ ആ ഒരു ഡൽഹിയിലത്ത് ആദ്യകാലത്ത് താമസകാലം ഞെരുക്കമൊക്കെ എഴുത്തിനെ ഏത് രീതിയിലെങ്കിലും. അതെ, ഡൽഹിയിൽ നമുക്ക് താമസം വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ആർക്കും വീടില്ല, വീടിനുള്ള സങ്കല്പം അവിടെ ഇല്ല. വലിയ ധനികർക്കൊക്കെയാണ് വീടുകൾ ഉണ്ടാവുന്നത്. മറ്റു ഞങ്ങളൊക്കെ താമസിക്കുന്നത്
താമസിച്ചിരുന്നത് ഫ്ലാറ്റുകളിൽ, അല്ലെങ്കിൽ ചെറിയ കൊച്ചു വീടുണ്ടാകും, അതിൻ്റെ താഴെ ഉടമസ്ഥൻ താമസിക്കും, മുകളിലുള്ള 2 മുറി നമുക്ക് തരും, അങ്ങനെയാണ്. അപ്പം അങ്ങനെയുള്ള സത്യം പറഞ്ഞാൽ തീപ്പെട്ടിക്കൂട് പോലെയാണ്. പക്ഷെ ആ തീപ്പെട്ടിക്കൂട് പോലെ വീട്ടിൽ താമസിക്കുമ്പോഴാണ് ഒ.വി. വിജയൻ പിന്നെ ചാണക്യപുരിയിൽ വലിയ വീട്ടിലാണ് താമസിച്ചത്. ചാണക്യപുരി എന്നുള്ളത് അവിടുത്തെ ഏറ്റവും വലിയ ധനികരായിട്ടുള്ള അരുന്ധതി റോയിലൊക്കെ താമസിച്ചിരുന്നു. ഇപ്പം എനിക്കറിയില്ല, അരുന്ധതി അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ എംബസികളൊക്കെ വലിയ വലിയ രാജ്യങ്ങളുടെ എംബസികൾ അംബാസഡർമാർ, അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് ഒ.വി. വിജയൻ താമസിച്ചത്. അപ്പം എനിക്ക് അസൂയ തോന്നി, വലിയ വീട്ടിൽ ഒ.വി. വിജയൻ ഇങ്ങനെ തനിയെ താമസിക്കുമ്പോൾ പിന്നെ അസൂയ തോന്നി. അപ്പം അത് എപ്പോഴും എങ്ങനെയാണ് കേട്ടോ, നമുക്ക് ഇല്ലാത്തതിനോട് നമുക്ക് അസൂയ തോന്നും. ഇപ്പം ഇപ്പോഴും ഞാൻ വലിയ വീട്ടിൽ താമസിക്കുമ്പോൾ എനിക്ക് ചിലപ്പം തോന്നും, ചെറിയ വീട്ടിൽ ഞാൻ പഴയ കാലമാണ്, ചെറിയ വീട്ടിൽ ഞാൻ ജനിച്ചോളുന്ന വീട്ടിൽ കൊച്ചു വീടായിരുന്നു, അതിന് ജനലിനരിയിലായിരുന്നു ഒരു കട്ടിലുണ്ടായിരുന്നു. അതിൽ കിടക്കുമ്പോൾ ജനലിൻ്റെ കഥകൾ തോന്നിയിട്ടാണ് നമ്മൾ കിടക്കുക. ഇപ്പം പുലർച്ചയായിട്ട് നമ്മൾ തണുത്ത് വരുമ്പോൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ പുറത്ത് ജനലിനപ്പുറത്ത് പ്രഭാതം ഉണ്ടാകും, തണുത്ത് കാറ്റ് വരുന്നുണ്ടാകും, ചെറിയ കൊച്ചു വീട്. അപ്പോൾ ഇപ്പോഴും ഞാൻ അതാണ് സ്വപ്നം കാണുന്നത്. വലിയ വീട്ടിൽ താമസിച്ചുകൊണ്ട് ഞാനിപ്പോൾ ചെറിയ വീടിൻ്റെ സ്വപ്നം കാണുകയാണ്. അതാണ് മനുഷ്യൻ്റെ രീതി. എന്താണ് നമുക്ക് ഇല്ലാത്തത് അതിനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും സ്വപ്നം കാണുന്നത്. ഇതിലെഴുതിയ വേറൊരു ഭാഗം, ചൈന ഇന്ത്യയെ ആക്രമിച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊട്ടും ഭയം തോന്നിയിരുന്നില്ല. ചൈന അങ്ങനെ ചെയ്യില്ലെന്നായിരുന്നു എൻ്റെ വിശ്വാസം. തോന്നിയത് കഠിനമായ ദുഃഖമായിരുന്നു. പണ്ട് ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അറിയില്ല എന്നായിരിക്കും മറുപടി. എന്നാൽ ബാല്യകാലം തുടങ്ങി തല നനയ്ക്കുന്നവരെ ഞാൻ 100% കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. ഇപ്പോൾ ഞാൻ ഒരു ഇടതുപക്ഷ സഹയാത്രികനാണ്. ഇതിലൊരു ഒരു 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 സംശയം നിൽക്കുന്നില്ലേ, ഞാൻ ഏത് ഭാഗത്താണ് എന്നൊരു സംശയം നിൽക്കുന്നില്ലേ? എൻ്റെ ഒരു ചോദ്യമാണ്, ഇത് എവിടെയാണ് സാർ? പിന്നെ നമ്മൾ എഴുത്തുകാരൻ എപ്പോഴും സഹയാത്രികനാകുന്നതാണ് നല്ലത്. ഇപ്പം ഞാനിപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ അത് നല്ല കാര്യമാണ്, കമ്മ്യൂണിസ്റ്റുകാരനാകാന്നുള്ളത് മോശം കാര്യമല്ല. പക്ഷെ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായാലും ഞാനൊരു എഴുത്തുകാരൻ എന്ത് സംഭവിക്കുമെന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ഈ പൂകാസ സാഹിത്യകാരനാകും. അങ്ങനെ പൂകാസ സാഹിത്യകാരന്മാരെ വിമർശിക്കുകയല്ല, പക്ഷെ ഞാൻ അങ്ങനെയാകും. എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവില്ല കേട്ടോ. അവർക്ക് പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള കർശനമായിട്ടുള്ള ശിക്ഷണങ്ങളുണ്ടാവും. ഒരു പാർട്ടിയിൽ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ നമ്മൾ ഒരു എഴുത്തുകാരൻ അതിൽ നിൽക്കുകയാണെങ്കിൽ ഒരുപാട് അച്ചടക്കങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് അപ്പം അതിൽ നല്ലത് നമ്മളെ പാർട്ടിയിൽ നിന്ന് പുറത്തിറങ്ങിട്ട് കൂടെ നടക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് അകൽച്ച വഹിക്കാം, മാറി നടക്കുക. പിന്നെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ പാർട്ടിയോട് സ്നേഹം വരുമ്പോൾ അടുത്ത് വരിക. അങ്ങനെ അടുത്തും അകന്നുള്ള ഒരു രീതിയാണ് ഇത്. പക്ഷേ എപ്പോഴും ഞാൻ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് മാത്രം നടന്നു അടുത്തും അകന്നു, ഒരിക്കലും വേറൊരു പാർട്ടിയുടെ കൂടെ നടന്നിട്ടില്ല. ആ അർത്ഥത്തിൽ ഇത് നല്ലതാണ്. എഴുത്തുകാരൻ സ്വീകരിക്കേണ്ട പിന്നെ രീതി ഇതാണ്. നമ്മൾ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ അംഗമാകുകയോ അതിൻ്റെ ഭാഗമാകുകയോ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അത് പാർട്ടിക്കും പ്രശ്നം ഉണ്ടാവും, നമുക്കും എഴുത്തുകാർക്കും പ്രശ്നം ഉണ്ടാവും. അതിലും നല്ലത് ഈ ഒരു സ്നേഹമുണ്ടാവും. കളിയിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ലിബറൽ ലെഫ്റ്റിസ്റ്റിന്റെ കൂടി അല്ലെ സഞ്ചരിക്കുക എന്നുള്ളതാണ് സാർ കരുതുന്നത്. സാർ ഇപ്പം ഡൽഹിയിൽ വന്ന കാലത്ത് അവിടെ കമ്മ്യൂണിസ്റ്റ് ഒക്കെ വളരെ സജീവമായിട്ടുള്ള സമയം, പ്രത്യേകിച്ച് JNU അവിടെയുണ്ട്, അവിടെ രൂക്ഷമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നു, സീതാറാം യെച്ചൂരിയെപ്പോലുള്ള ആളുകളുണ്ട്. ആ ഓർമ്മകളൊന്നും പറയാമോ? JNU അവിടുത്തെ പ്രബുദ്ധതയായിരുന്നു. നമ്മുടെ ഡൽഹിയിലെ പിന്നെ ആളുകളൊക്കെ വളരെയധികം യാഥാസ്ഥിതികരാണ്. അവിടുത്തെ ആളുകൾ പിന്നെ വളരെയധികം റിലീജിയസ് ആയിട്ടുള്ളവരും, എവിടെ നോക്കിയാലും ക്ഷേത്രങ്ങളും അമ്പലങ്ങളും ഒക്കെയാണ്. വളരെ റിലീജിയസ് ആണ്, യാഥാസ്ഥിതികരാണ്. അപ്പം അങ്ങനെയുള്ള സ്ഥലത്താണ് നമുക്ക് കുറേ പുതിയ പുതിയ ആശയങ്ങൾ ഇങ്ങനെ ക്രോസ് ചെയ്യുന്നതും ആശയങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ അതൊക്കെ കാണണമെങ്കിൽ JNU ഒരു സർവകലാശാലയല്ല, അതൊരു ലോകമാണ്. അവിടെ അതൊരു വളരെയധികം വിശാലമാണ്, ഒരു രാജ്യം പോലെ വലുതാണ്. അതിൻ്റെ ക്യാമ്പസ് ഒക്കെ ഉണ്ടല്ലോ, ഒരുപാട് നടന്ന് കാണാം നമുക്ക്. അപ്പൊ അവിടെയെല്ലാം രാത്രിയില ആ കാലത്ത് ഞാനൊക്കെ എൻ്റെ ഉള്ളിൽ റിബൽ ഉണ്ടായിരുന്നതാണ്. അങ്ങനെയുള്ള ഒരു റിബൽ ചെന്നുപെടാവുന്ന നല്ലൊരു സ്ഥലമാണ് JNU. അവിടെ നമ്മൾ രാത്രിയെല്ലാം പോകുമ്പോൾ പെൺകുട്ടികളൊക്കെ മരുന്നിട്ടതിന് ചോട്ടിരുന്ന് സിഗരറ്റ് കഴിക്കുന്നുണ്ടാവും.
അത് ആ കാലത്ത് നമുക്ക് വലിയൊരു അത്ഭുതമായിരുന്നു. അത് നമ്മുടെ ഉള്ളിലുള്ള ഒരു റിബലിനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ദൃശ്യമാണിത്. ഇന്നിപ്പോൾ പെൺകുട്ടികൾ സിഗരറ്റ് വലിക്കുന്ന അത്ര വലിയ സംഭവമൊന്നുമില്ല കേട്ടോ. പക്ഷെ ആ കാലത്ത് അങ്ങനെ ആയിരുന്നു. അങ്ങനെ പിന്നെ അവിടെയാണ് ഞാൻ അവിടെ ഈ ജെ.എൻ.യുമായിട്ട് എനിക്ക് വ്യക്തിഗതത്തിൽ ബന്ധമുണ്ടായിരുന്നു. ഔദ്യോഗികമായിട്ട് ഞങ്ങളുടെ ഒരു സെന്റർ ഓഫ് ഫ്രഞ്ച് സ്റ്റഡീസ് പറഞ്ഞിട്ട് ജെ.എൻ.യു ഉണ്ടായിരുന്നു. ഒരു ഫ്രഞ്ച് സാംസ്കാരിക പഠനങ്ങൾ. അപ്പൊ ആ എൻ്റെ പിന്നെ കുറെ പ്രവർത്തനം അതുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു എൻ്റെ ജോലിയുടെ ഒരു ഭാഗമായിരുന്നു. അങ്ങനെയാണ് ദരിദ്രയെ കൊണ്ടുവരുന്നത്. സാക്ഷാൽ ദരിദ്രയെ കൊണ്ടുവന്ന് വെറുതെ നമ്മൾ ഈ ജെ.എൻ.യുവിൽ പ്രഭാഷണം ചെയ്യിപ്പിച്ച് അതിൻ്റെ അത് വേറെ ഓർമ്മയാണ് കേട്ടോ. മറ്റേത് ഒരു റിബലിൻ്റെ ഒരു ഓർമ്മ. അങ്ങനെ എനിക്ക് ജെ.എൻ.യു എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷെ വേണ്ട വിധത്തിൽ നേടിയിട്ടില്ല കേട്ടോ. അതെനിക്ക് ഡൽഹി ഗാഥകളിൽ ജാനകിക്കുട്ടി എന്നൊരു കഥാപാത്രമുണ്ട്. ജെ.എൻ.യു പ്രോഡക്റ്റാണ്. പക്ഷെ അത് മാത്രം ഞാൻ എഴുതിയിട്ടുള്ളൂ. പക്ഷെ ഇനി എനിക്ക് തോന്നുന്നത് കുറെ കൂടി എഴുതേണ്ടതായിരുന്നു ആ ജെ.എൻ.യു ലോകം. ഈ ഫ്രഞ്ച് അധികാര പ്രദേശമായ മയ്യിൽ നിന്ന് വരുന്നു, എന്നിട്ട് മറ്റൊരു അധികാര കേന്ദ്രമായ ഡൽഹിയിലേക്ക് എത്തുന്നു. ഈ രണ്ട് സ്ഥലത്തെയും രാഷ്ട്രീയം സാറിനെ ഏത് രീതിയിൽ ബാധിച്ചിട്ടുണ്ടോ? അതെ, പിന്നെ അത് നല്ലൊരു ചോദ്യമാണ്. ഇത്തരം മയ്യിൽ നമുക്കറിയാമല്ലോ ഫ്രഞ്ച് ഫ്രഞ്ചുകാർ ഭരിച്ച സ്ഥലമാണ്. 200 വർഷം അവർ ഭരിച്ച സ്ഥലമാണ്. വേണമെങ്കിൽ അധിനിവേശം എന്ന് പറയാം. പക്ഷേ അതുകൊണ്ട് തന്നെ മയ്യഴി കേരളത്തിന് നടുവിലാണെങ്കിൽ ഒരു രാജ്യമായിരുന്നു. അപ്പൊ അതിൻ്റെ ആ കാലത്ത് പിന്നെ കേരളത്തിൽ മുഴുവനും കമ്മ്യൂണിസ്റ്റുകാർ വേട്ടയാടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു കേട്ടോ. കമ്മ്യൂണിസ്റ്റുകാർ MSPക്കാർക്ക് വേട്ടയാടുക, അവരെ ഇടിച്ച് ചമ്മന്തിയാക്കുക, ജയിലിടുക. അപ്പം കമ്മ്യൂണിസ്റ്റുകാർ മുഴുവനും പിന്നെ അഭയം പ്രാപിച്ചിരുന്നത് മയ്യഴിയിലാണ്, കേരളത്തിൽ നിന്ന്. അവിടെ പോലീസുകാർ വേട്ടയാടുമ്പോൾ ഇവര് മയ്യഴി പോലെയാടുന്ന ഇപ്പുറത്ത് മയ്യഴിയിൽ വരും. മയ്യഴിയിൽ വന്നാൽ പിന്നെ കേരളത്തിലെ പോലീസുകാർക്ക് ഇവരെ തൊടാൻ പറ്റില്ല. കാരണം ഒരു സംസ്ഥാനമാണ്, ഒരു രാജ്യമാണ്. അപ്പൊ അങ്ങനെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് അഭയം നൽകിയ ഒരു സ്ഥലമായിരുന്നു മയ്യഴി ഫ്രഞ്ചുകാരുടെ കാലത്ത്. ഫ്രഞ്ചുകാർ പോയപ്പോൾ അങ്ങനെ തന്നെ പിന്നെ പോണ്ടിച്ചേരി ഒരു സംസ്ഥാനം, അവിടെ കേരളത്തിലെ പോലീസുകാർക്ക് വന്നിട്ട് കമ്മ്യൂണിസ്റ്റുകാർ പിടിക്കാൻ പറ്റില്ല. അപ്പൊ അതേ സമയത്ത് തന്നെ മയ്യഴിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നു വന്നു. മയ്യഴിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാരെ അടിച്ചമർത്താൻ അവിടെ MSP ഉണ്ടായിരുന്നില്ല. കേരളത്തിലെ കോൺഗ്രസ്സുകാരുണ്ടായിരുന്നില്ല. കേരളത്തിൽ നമുക്കറിയാം പഴയ കാലത്ത് പിന്നെ ഗുണ്ടകളും കോൺഗ്രസ്സുകാരും MSPക്കാരും എല്ലാം കമ്മ്യൂണിസ്റ്റുകാർ നടത്തിയ ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നും മയ്യഴിയിൽ ഉണ്ടായിരുന്നില്ല. മയ്യഴിയിൽ കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു. അവർ വളരെ നല്ലവർ. അവർക്ക് അവരുടെ ലക്ഷ്യം സ്വാതന്ത്ര്യം, വെള്ളക്കാരുടെ കാലത്ത്. പിന്നെ അതുകൊണ്ട് അതാണ് മയ്യഴിയുടെ രാഷ്ട്രീയം വളരെ വ്യത്യസ്തമാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ വേട്ടയാടപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് മയ്യഴി അഭയം നൽകി, ഒന്ന്. രണ്ടാമത് പിന്നെ ഒരു തരത്തിലുള്ള സമ്മർദ്ദങ്ങളും ഇല്ലാതെ, ഒരു തരത്തിലുള്ള ഭീഷണിയും ഇല്ലാതെ മാഹിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നു വന്നു. അവരെ വേട്ടയാടാൻ ആരും ഉണ്ടായിരുന്നില്ല. അതാണ് മയ്യഴിയുടെ രാഷ്ട്രീയം. അത് നമ്മൾ മയ്യഴിയിൽ സ്വാതന്ത്ര്യ സമരം വന്നപ്പോൾ നമ്മളത് കണ്ടു. മയ്യഴിയിൽ സ്വാതന്ത്ര്യ സമരം ഉണ്ടായപ്പോൾ പിന്നെ ഫ്രഞ്ചുകാരുടെ പോലീസുകാർ ഒരുമിച്ച് വന്നത് 2 പേരെയാണ്. ആ 2 പേരും കമ്മ്യൂണിസ്റ്റുകാരാണ്. അച്യുതനും അനന്തനും എന്നുള്ള 2 സഖാക്കളെയാണ് അതിന് ഫ്രഞ്ച് പോലീസ് വെടിവെച്ച് വന്നത്. അപ്പൊ മയ്യഴിയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ 2 രക്തസാക്ഷികളുണ്ടെന്ന്, 2ഉം കമ്മ്യൂണിസ്റ്റുകാരാണ്, കമ്മ്യൂണിസ്റ്റ് യുവാക്കളായിരുന്നു. പക്ഷെ അവിടെയൊക്കെ കാലം മറന്നുപോയിരിക്കുന്നു, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. പിന്നെ ഓർക്കുന്നത് വളരെ കുറവാണ്. ഇതാണ് മയ്യഴിയുടെ രാഷ്ട്രീയം. അവിടെ ഡൽഹിയിലെത്തിയപ്പോൾ അവിടുത്തെ രാഷ്ട്രീയക്കാർ തന്നെയായിരുന്നു ആ സമയത്തെ ഡൽഹി രാഷ്ട്രീയം. ഞാൻ ഡൽഹിയിൽ വരുമ്പോൾ ഡൽഹി രാഷ്ട്രീയമാണ്. പിന്നെ ഇവിടെ കോൺഗ്രസ് ആയിരുന്നു ഡൽഹിയിലെ ഏറ്റവും വലിയ പാർട്ടി. കോൺഗ്രസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, വേറൊരു പാർട്ടി ഉണ്ടായിരുന്നില്ല. അത് കോൺഗ്രസിന്റെ നല്ലൊരു കാലമാണ്, നെഹ്റുവിന്റെ കാലമാണ്. ഞാൻ ഡൽഹിയിൽ ചെല്ലുമ്പോൾ നെഹ്റു പിന്നെ ഒരു അംബാസഡർ കാറിൽ ഇറങ്ങിയിട്ട് പിന്നെ അവിടെ ഒരു എംപോറിയത്തിൽ പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അന്നത്തെ പ്രധാനമന്ത്രി നേരത്തെ പോയൊന്നുമില്ല. ഇന്നാണെങ്കിൽ ഒരു 10-15 അകമ്പടി വാഹനങ്ങളും എന്തൊക്കെ ഉണ്ടാവും. ഇയാൾ ഒരു സാധാരണ പ്രധാനമന്ത്രി ഒരു സാധാരണ കാറിൽ വന്നിട്ട് എംപോറിയത്തിലേക്ക് പോകുന്ന കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആ കാലത്ത് ഡൽഹിയിലെ ഏക പാർട്ടി കോൺഗ്രസ് ആയിരുന്നു. അപ്പൊ ഞാനിതിൽ പറയുന്ന ഇതിലൊന്നറിയില്ല, ഡൽഹി കഥകളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഡൽഹിയിൽ എത്തിയപ്പോഴേ ഞാൻ ഇങ്ങനെ
ഒരു സ്ഥലത്തും ഒരു ചെങ്കൊടി കണ്ടില്ല. അത് കേരളത്തിൽ ചെങ്കൊടി എല്ലായിടത്തും ചെങ്കൊടി കണ്ട് ശീലിച്ച് എൻ്റെ കണ്ണുകളിൽ ഞാൻ അറിയാതെ ഡൽഹിയിൽ മുഴുവനും നോക്കിയിട്ടും ഒരു ചെങ്കൊടി പോലും ഇല്ല. ഉള്ളതെല്ലാം കോൺഗ്രസ് പതാകകളാണ്. വലിയ നിരാശ. ആ കാലത്താണ് നമ്മുടെ ഈ ചൈനയുടെ ആക്രമണം ഉണ്ടാകുന്നത് കേട്ടോ. അത് എനിക്ക് മാത്രമല്ല എല്ലാവരുടെയും നെഞ്ച് പിളർത്തിയ ഒരു സംഭവമാണ്. നമ്മൾ ചൈനയെ അത്രയധികം സ്നേഹിച്ചിരുന്നു. ചൗവൻലായി എന്ന് പറഞ്ഞാൽ നമുക്ക് നെഹ്റുവിനേക്കാൾ പ്രിയപ്പെട്ട ഞാനൊക്കെ സത്യം പറഞ്ഞാൽ നെഹ്റുവിനേക്കാൾ കൂടുതൽ ആരാധിച്ചത് ചൈനീസ് പ്രധാനമന്ത്രി ചൗവൻലായിയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലത്ത് ചൈന നമ്മളെ ആക്രമിച്ചപ്പോൾ വലിയൊരു പ്രശ്നമായിരുന്നു. എനിക്ക് തോന്നുന്നത് ഒരുപാട് പേര് നെഞ്ചുകൂട്ടി മരിച്ചിട്ടുണ്ടാവും. നമുക്കറിയാത്തതുകൊണ്ട് ഹൃദയാഘാതം മരിച്ചിട്ടുണ്ടാവും. ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാർ നമുക്കറിയാത്തതുകൊണ്ട്. സാർ വീണ്ടും എഴുതുന്നു, അടിയന്തരാവസ്ഥക്കെതിരെ ശബ്ദിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ ശബ്ദിച്ചില്ല. ഭയം തന്നെയായിരുന്നു കാരണം. ഞാൻ മാത്രമല്ല നിശബ്ദനായത്. എന്റെ അറിവിൽ ഡൽഹിയിൽ ഒരു മലയാളി എഴുത്തുകാരനും അന്ന് ഇന്ദിരാഗാന്ധിക്കെതിരെ ശബ്ദിച്ചിരുന്നില്ല. വിജയൻ ധർമ്മപുരാണം എഴുതിയത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിന് മുമ്പായിരുന്നെങ്കിലും അത് പ്രസിദ്ധീകരിച്ചത് അടിയന്തരാവസ്ഥ പിൻവലിച്ചതിന് ശേഷമായിരുന്നു. അടിയന്തരാവസ്ഥയെ വിജയനും ഭയന്നിരുന്നു. പുറത്തിറങ്ങിയാൽ വീട്ടിൽ തിരിച്ചെത്തുമോ എന്ന ഭയമായിരുന്നു എല്ലാവർക്കും. പേടികളുടെ കാലമായിരുന്നു അത്. അതായത് സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നെഹ്റുവിയൻ ഇത് കണ്ട് യാത്ര ചെയ്ത് പല പ്രധാനമന്ത്രിമാരെ കണ്ട് മോഡിയുടെ മോഡിഫൈഡ് ഇന്ത്യയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോഴും ആ പേടി പേടിക്കേണ്ടതുണ്ടോ? എഴുത്തുകാരൻ ആ പേടി ഇപ്പോഴും ഉണ്ടോ? അല്ല, ആ കാലത്തുള്ള ഭയം, പിന്നെ അടിയന്തരാവസ്ഥ കാലത്തുള്ള ഭയം അത് നമുക്ക് അടിയന്തരാവസ്ഥ കാലത്തുള്ള നമ്മുടെ ഭയം അതൊരു വീർപ്പുമുട്ടിക്കുന്ന അനുഭവമാണ്. കാരണം എപ്പോഴാണ് ഏത് നിമിഷത്തിലാണ് നമ്മളെ പോലീസ് കൊണ്ടുപോകാൻ നമുക്കറിയില്ല. അത് പഴയ സോവിയറ്റ് യൂണിയൻ, സ്റ്റാലിൻ്റെ കാലത്തൊക്കെ സോവിയറ്റ് യൂണിയനിൽ ഉണ്ടായിരുന്ന ഒരു അനുഭവമാണ്. നമ്മൾ അവിടെ ആളുകൾ ഉറങ്ങിയിരുന്നില്ല. കാരണം കടകിൽ മുട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ജീവിതം തീർന്നുള്ളൂ. അതുപോലത്തെ ഒരു അനുഭവം ആയിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത്. ശ്രദ്ധിക്കാൻ എനിക്ക് ധൈര്യമില്ല. ഞാനത് തുറന്നു പറയുന്നുണ്ട്. ഞാൻ വലിയൊരു ധൈര്യശാലിയൊന്നല്ല. ഇപ്പം അടിയന്തരാവസ്ഥ കാലത്ത് പിന്നെ സഞ്ജയ് ഗാന്ധിയുടെ നമുക്കറിയാം സഞ്ജയ് ഗാന്ധി എന്തൊക്കെ ചെയ്തെന്നുള്ളത്. ഇപ്പം ആ ഒരു കാലത്ത് അടിയന്തരാവസ്ഥ കാലത്ത് പിന്നെ അതിനെതിരായിട്ട് പ്രതികരിക്കാൻ എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിനൊക്കെ പ്രതികരിച്ച ആളുകൾ ജയപ്രകാശ് നാരായണന്റെ എല്ലാ പിന്നെ അവിടുത്തെ ഡൽഹിയിൽ നടന്ന മീറ്റിങ്ങിൽ ഞാൻ പോയത്. അങ്ങനെയാണ് ഞാൻ ചെയ്തത്. ജയപ്രകാശ് നാരായണൻ പറഞ്ഞ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വാചകമുണ്ട് കേട്ടോ. പിന്നെ സിംഹാസനം പിന്നെ ഒഴിയും ജനങ്ങൾ വരികയായും. അതാണ് ജയപ്രകാശ് നാരായണന്റെ മുദ്രാവാക്യം. സിംഹാസനം ഒഴിയും എന്നാണ് ജനങ്ങൾ വരുന്നു. അപ്പൊ അത് പറയുമ്പോൾ ഞാൻ അവിടെ ഉണ്ട്. ഞാൻ പറയാൻ എൻ്റെ കൂടി ശബ്ദമാണ്. എനിക്ക് പറയാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് പറയുന്നവരുടെ ശബ്ദം എൻ്റെതായിട്ട് ഞാൻ ഇമാജിൻ ചെയ്തു. നമ്മൾ ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം മുഴുവൻ ചോദിക്കാനുള്ള ചോദ്യങ്ങൾ എനിക്കുണ്ട്. അതിനേക്കാൾ പറയാൻ സാറിനുണ്ട്. സമയപരിമിതി മൂലം 1-2 ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നമുക്ക് ഇവരിലേക്ക് പോകാം. ഇപ്പം ഇവിടെ ഇന്ന് അതിഥിയായി വന്ന ഒരു എഴുത്തുകാരനായിട്ട് സംസാരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ മുകുന്ദൻ സാറായിട്ട് സംസാരിക്കുന്നത് അദ്ദേഹത്തോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. അദ്ദേഹം എന്തുകൊണ്ടാണ് അപ്ഡേറ്റ് ചെയ്യാത്തത്? അദ്ദേഹം അപ്ഡേറ്റ് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, ആ ധാരണ തെറ്റാണെന്നാണ് എൻ്റെ വായന. പ്രത്യേകിച്ച് നൃത്തമൊക്കെ വന്ന സമയത്ത് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുള്ള ഒരു കൃതിയാണ് നൃത്തം. ഇനി അങ്ങനെ അല്ലെങ്കിൽ അദ്ദേഹം അപ്ഡേറ്റ് ചെയ്യുന്നത് അത് എഴുത്തിൽ വരുന്നില്ല എന്നൊരു പ്രശ്നമായിരിക്കും നിങ്ങൾ കാണുന്നത്. അപ്പൊ ആ ഒരു ചോദിച്ചു സാറിന്റെ മുന്നിലേക്ക് ഞാൻ വരികയാണ്. അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് ഇങ്ങനെ കാലം വളരെ വേഗം ഇങ്ങനെ മാറി പോവാണ്. പഴയ പോലെയല്ല. പഴയ കാലത്ത് കാലം നിശ്ചിതമായിട്ട് മാറ്റങ്ങൾ ഉണ്ടായിരുന്നത് ഒരുപാട് വലിയ പീരീഡുകൾക്ക് ശേഷമാണ്. ഇപ്പം അങ്ങനെയല്ല, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ മാറ്റം നമ്മൾ ഉൾക്കൊള്ളണം. അത് എഴുത്തിൽ കാരണം ഇതായിരിക്കും സാർ, സാറിന്റെ അവസാനം വന്ന നോവൽ നിങ്ങളിലായാലും അല്ലെങ്കിൽ ഇതൊക്കെ ഒരു പഴയ കാലഘട്ടത്തെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ചോദ്യം അദ്ദേഹത്തിന് വന്നത്. അതെന്താണ് സാറിന് മറുപടി ഉള്ളത്? എന്തിനായാലും പിന്നെ ഞാൻ മാറിക്കൊണ്ടിരിക്കുന്ന എഴുത്തുകാരനാണ്, ഇനിയും മാറും. അല്ല സാറ് അന്ന് നമ്മൾ ഓർമ്മ പുസ്തകത്തിന്റെ പ്രകാശനത്തിന് വന്നപ്പോൾ എന്നോട് പങ്കുവച്ചൊരു കാര്യം, ഞാനിപ്പോ ന്യൂ ജനറേഷൻ അല്ലെ പിന്നെ ജനതയെ കുറിച്ച് നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ, പുതിയ ജനറേഷൻ കുറിച്ചുള്ള അതിപ്പോ ഞാനൊരു കൊച്ചു നോവൽ ഇങ്ങനെ എഴുതാൻ
കുറച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് പിന്നെ എൻ്റെ 80 വയസ്സ് കഴിഞ്ഞ ഒരാൾ 22 വയസ്സുള്ള ഒരാളായിട്ട് 22 വയസ്സായ ഒരു എഴുത്തുകാരനായിട്ട് എഴുതുകയാണ്. അത് എഴുതുമ്പോഴും എനിക്ക് 22 വയസ്സാണെന്നാണ് ഞാൻ ഭാവന ചെയ്തത്. 22 വയസ്സുകാരൻ്റെ കണ്ണിൽ കൂടി ആണ് ഞാനത് എഴുതാൻ തുടങ്ങിയിരിക്കുന്നത്. എൻ്റെ പേന പണ്ട് പേനയുണ്ടായിരുന്നു, ഇപ്പം ലാപ്ടോപ്പാണ് കേട്ടോ. അത് പിന്നെ 80 വയസ്സായ ഒരാൾ പേന ഉണ്ടായില്ല, 22 വയസ്സായ ഒരാൾ ലാപ്ടോപ്പിൽ. അപ്പം അതാണ് എൻ്റെ രീതി, അതാണ് കേട്ടോ. പിന്നെ വയസ്സാകുമ്പോഴും നമ്മൾ സ്വയം നവീകരിച്ച് ചെറുപ്പക്കാരനാവുക. ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ പിന്നെ ആരെയും പ്രണയിക്കാനൊന്നുമല്ല കേട്ടോ, അങ്ങനെ ധരിക്കരുത്. പിന്നെ ചെറുപ്പക്കാരുടെ ജീവിതം പകർത്തുവാനും അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ നിരാശകൾ അതൊക്കെ കണ്ടെത്തുകയും പകർത്തുകയും ചെയ്യുന്ന ഒരു മനസ്സുണ്ടാകണം. ഈ മനസ്സിന് വാർദ്ധക്യം വന്നാൽ തീർന്നു, പിന്നെ നമുക്ക് എഴുതാൻ കഴിയില്ല. ശരീരത്തിന് വാർദ്ധക്യം വന്നുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല, വടിവെട്ടി നടക്കാം കേട്ടോ, എന്ത് വേണമെങ്കിലും ചെയ്യാം, കണ്ണ് കാണാൻ, ചെവി കേൾക്കാതിരിക്കാം. പക്ഷെ മനസ്സിന് വാർദ്ധക്യം വന്നാൽ പിന്നെ പേനടാതെ വെക്കുക, പിന്നെ എഴുത്തുകാരനില്ല. അതുകൊണ്ട് എൻ്റെ മുഴുവൻ ശ്രമവും മനസ്സിൻ്റെ യൗവനം സൂക്ഷിക്കാനുള്ള. ഓരോ വർഷം കഴിയുമ്പോഴും ഒരു വയസ്സ് കൂടുന്നതിന് പകരം ഒരു വയസ്സ് കുറയ്ക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. എൻ്റെ മനസ്സിൻ്റെ വയസ്സ്. എനിക്ക് രണ്ട് പ്രായമുണ്ട്, ഒന്ന് ശരീരത്തിൻ്റെ പ്രായം, ഒന്ന് മനസ്സിൻ്റെ പ്രായം. ഇപ്പം മനസ്സിൻ്റെ പ്രായം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്, ശരീരത്തിൻ്റെ പ്രായം വർദ്ധിച്ച് പോവുകയാണ്. ഇത് രണ്ടിനെയും തമ്മിൽ കൊണ്ടുപോയി എങ്ങനെയാണ് യോജിപ്പിച്ച് കൊണ്ടുപോകുന്നത് വലിയൊരു വെല്ലുവിളിയാണ്. അല്ല, എനിക്കത് സാറ് പേന കൊണ്ട് എഴുതുമ്പോഴും ലാപ്ടോപ്പിൽ എഴുതുമ്പോഴും സാറിന്റെ മനസ്സ് തന്നെയാണ് എഴുതുന്നത്. ഇത്രയും ജൈവികമായിട്ട് എഴുതാൻ പറ്റില്ല. ഇതിൽ തന്നെ ഒരിടത്ത് എഴുതുന്നുണ്ട്, ഒരു ക്രിസ്മസ് സമയമാകുമ്പോൾ മൊറൈൻസ് ആയിട്ട് എനിക്കൊരു ഫ്രഞ്ച് ഷർട്ടും ഒരു കുപ്പി വൈനും ക്രിസ്മസ് സമ്മാനമായി തന്നു. ഷർട്ട് എനിക്ക് പാകമായിരുന്നില്ല, അതുകൊണ്ട് ഞാനത് ഒരിക്കലും ധരിച്ചിട്ടില്ല. വൈൻ രാത്രി എഴുതാനിരിക്കുമ്പോൾ കുറേശ്ശെ കുടിച്ചു തീർത്തു. മയ്യപ്പുഴയുടെ തീരങ്ങളിലെ ദാസനയും ചന്ദ്രികയും ഒന്ന് മണത്തു നോക്കൂ, അവർക്ക് റെഡ് വൈനിന്റെ മണം ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. അത് എഴുതാനൊരിക്കലും ഒരു കമ്പ്യൂട്ടറിന് പറ്റില്ല. അത് പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വൈന് ഇഷ്ടമാണ്. വൈൻ അങ്ങനെ ഒരു വലിയൊരു മദ്യമല്ല. അത് പിന്നെ നമ്മുടെ ഫ്രാൻസിലൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ നമ്മളിവിടെ ഗ്ലാസ്സിൽ വെള്ളം വെക്കുന്നവരോ ഒരു ഗ്ലാസ്സിൽ വൈനാണ് വെക്കുന്നത്. അത് മദ്യമല്ല, പക്ഷെ അത് വളരെ നമുക്ക് ഒരു എന്താണ് പറയുക, എനിക്കത് ഒരു സ്വപ്നാനുഭവം പോലെയാണ്. മറ്റു മദ്യമൊന്നും ഞാൻ വലിയൊരു മദ്യപാനെന്നൊക്കെ അവൾ പറയുന്നുണ്ട്, പക്ഷെ അതൊന്നും ഞാൻ കഴിക്കാറില്ല. അവൾക്കറിയാം, എനിക്കറിയാം. പക്ഷെ വൈന് ഇപ്പോഴും കിട്ടിയാൽ അതിൽ പിന്നെ അങ്ങനെ അതാണ് കുഞ്ഞബ്ദുള്ള ഒരിക്കലും എന്നോട് ചോദിച്ചിരുന്നു, കുഞ്ഞബ്ദുള്ള നീ ആത്മകഥ എഴുതുകയാണെങ്കിൽ അതിനെന്താണ് പേര് കൊടുക്കുക എന്നെങ്കിലും ഞാൻ ആത്മകഥ എഴുതുകയാണ്. ഞാൻ പറഞ്ഞു അത് ഞാൻ ഇംഗ്ലീഷിലാണ് തലക്കെട്ട് പറഞ്ഞത് കേട്ടോ. അത് പിന്നെ ടെൻസ് ഓഫ് ചീസും ഗാലൻസ് ഓഫ് വൈനും തിരിച്ചാണ്. ഗാലൻസ് ഓഫ് വൈനും ടെൻസ് ഓഫ് ചീസും. ഈ ചീസും വൈനുമാണ് ലോകത്തിലെ ഏറ്റവും നല്ല കോമ്പിനേഷനുള്ള ഭക്ഷണം കേട്ടോ. അത് കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് പിന്നെ അച്ചാറും ചൂടുള്ള കഞ്ഞിയും എന്നൊക്കെ പറയാം. പക്ഷേ ലോകത്തിലെ ഏറ്റവും നല്ല കോമ്പിനേഷനുള്ള സാധനം വൈനും ചീസുമാണ്. അത് പിന്നെ ഡൽഹിയിലുള്ള കാലത്ത് എനിക്കിഷ്ടമായി കിട്ടുമായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞൊരു കഥയുണ്ടല്ലോ, എനിക്ക് ഞാൻ റിട്ടയർ ചെയ്തപ്പോൾ അന്ന് ഞാനവിടെ നിന്ന് ജോലി വിട്ടിട്ട് പോകുമ്പോൾ നമുക്കൊരു ഫെയർവെൽ പാർട്ടി ഉണ്ടായിരുന്നു. ആ പാർട്ടിക്ക് എനിക്ക് സമ്മാനമായി തന്നത് സാധാരണ കൊടുക്കുന്നത് വലിയൊരു പുസ്തകം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കേട്ടോ, ഒരു ഉപഹാരം കൊടുക്കുക. എനിക്ക് ഒരു വലിയൊരു പെട്ടിയാണ് തന്നത്, അത് ഒരു ക്രെഡിറ്റ്, അതെനിക്ക് പൊന്തുന്നില്ലായിരുന്നു. അപ്പോൾ അവിടെ സെക്യൂരിറ്റിക്കാരൻ എടുത്തിട്ട് എൻ്റെ കാറിൽ വെച്ച് പിന്നെ വീട്ടിലെത്തി തുറന്നു നോക്കുമ്പോഴാണ് മനസ്സിലായത് ഒരുപാട് കുപ്പി വൈനുകളാണ്. അപ്പോഴ് അത് ഞങ്ങളുടെ ബോസ് അംബാസഡർക്ക് അറിയാം എനിക്ക് പ്രണയം വൈനോടാണുള്ളത്. അത് എന്നിട്ട് അത് ആഘോഷമായിരുന്നു. എൻ്റെ എല്ലാ സുഹൃത്തുക്കളും അത് ഇഷ്ടംപോലെ വിളിച്ചു. നമ്മുടെ പ്രസന്നരാജൻ അറിയാമല്ലോ, ഇന്ത്യ ടുഡേ സീനിയർ എഡിറ്റർ പ്രസന്നരാജൻ, എല്ലാവരും വന്ന് ഇഷ്ടംപോലെ വിളിച്ചു. അത്രയും കുറ്റി തീരുന്നില്ല, അത്രയും. പിന്നെ അങ്ങനെ എനിക്കൊന്നൊരു വർഷത്തിലധികം അവിടെ കിടപ്പുണ്ടായിരുന്നു. പക്ഷെ അന്ന് പിന്നെ ഞാൻ എഴുതിയത് അതിനുശേഷം ഞാൻ പുലിയപ്പാട്ടൊക്കെ എഴുതിയ ആ സമയത്താണ് കേട്ടോ. അതിൻ്റെ
അപ്പം നിങ്ങൾ എല്ലാത്തിനും എനിക്ക് ചീത്ത പേരുണ്ട്. ഇനിയിപ്പം നിങ്ങൾ വൈൻ കുടിക്കണം, ഞാൻ പുതിയ തലമുറയോട് നിങ്ങൾ വൈൻ കുടിക്കണം എന്ന് പറഞ്ഞാൽ വൈൻ കുടിച്ച് എഴുതുമെന്ന് പറഞ്ഞാൽ കൂടുതൽ ചീത്ത പേരായിരിക്കും. അതുകൊണ്ട് ഈ പറഞ്ഞതിൽ ഓഫ് റെക്കോർഡാണ്, എവിടെയും വേണ്ടാണ്. സർ, നമുക്ക് നിർത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു 5 മിനിറ്റ് ക്വിക്ക് റൗണ്ട് എന്നൊക്കെ പറയില്ലേ, ഞാൻ കുറച്ച് എഴുത്തുകാരുടെ പേര് പറയും. അവരുമായിട്ട് ബന്ധപ്പെട്ട ഓർമ്മകൾ പെട്ടെന്ന് സാറിന് എഴുതാനോട് അങ്ങനെ ചെയ്യിപ്പിക്കാൻ പാടില്ല എനിക്കറിയാം. എങ്കിൽ കൂടി സമയം വരുന്നതുകൊണ്ട് 1-2-3 സെൻറ്റൻസ് ഓർമ്മകൾ പെട്ടെന്ന് പറഞ്ഞാൽ MD വാസുദേവനെ കുറിച്ചുള്ള സാറിന്റെ ഓർമ്മകൾ. MT കുറിച്ച് ഒരുപാട് പറയാനുണ്ട് കേട്ടോ. MT മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അവിടെ പോകാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. കാരണം മരിച്ചു കിടക്കുന്ന MT എനിക്ക് കാണാൻ കഴിയില്ല. അപ്പം പക്ഷെങ്കിൽ പിന്നെ പോകാതിരിക്കാനും കഴിയില്ല. അതുകൊണ്ട് വളരെ വിഷമിച്ചിട്ടാണ് പോയത്. പിന്നെ അത് ഫ്രീസറിൽ കിടക്കുന്ന MT കണ്ടപ്പോൾ സഹിക്കാൻ കഴിയാത്തൊരു കാഴ്ചയായിരുന്നു. അപ്പം എനിക്ക് ഇപ്പം തോന്നുന്നത് ഞാൻ പോകണ്ടായിരുന്നില്ല. കാരണം ഇനി എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ MT ഓർക്കുമ്പോൾ ഫ്രീസറിൽ കിടക്കുന്ന MT ആണ് മരിച്ചു കിടക്കുന്നതാണ്. ആ ഒരു ഇമേജാണ്. അതവിടെ ഇരിക്കട്ടെ. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. MT ആണ് ഞങ്ങളൊക്കെ, ഞാനും കുഞ്ഞബ്ദുള്ള, ഞങ്ങളൊക്കെ ഒരു ജനറേഷൻ പിന്നെ എഴുതാൻ പ്രോത്സാഹിപ്പിച്ചത്. ഇപ്പം MTയുടെ ഒരുപാട് വായിക്കുന്നുണ്ട്. അഗാധമായിട്ടുള്ള വായനയുള്ള ഒരാളാണ്. പിന്നെ അങ്ങനെ വായിക്കുന്നത് കൊണ്ട് MTക്ക് ലോകത്തിലുള്ള സാഹിത്യത്തിലുള്ള പുതിയ പ്രവണതകൾ, സാഹിത്യത്തിൻ്റെ സഞ്ചാര പദങ്ങൾ അതൊക്കെ MTക്ക് അറിയാം. അപ്പോൾ MTക്ക് മനസ്സിലായി ലോകത്തിൽ എന്ത് തരത്തിലുള്ള എഴുത്താണ് രൂപം കൊണ്ടുവരുന്നതെന്ന്. അതായത് പിന്നെ അത് നമ്മൾ വളരെ ലളിതവൽക്കരിച്ച് ആധുനികത എന്ന് പറയും. അത് വളരെ സങ്കീർണമായിട്ടൊരു വിഷയമാണ്. പക്ഷെ അതിനെ നമ്മൾ ലളിതവൽക്കരിച്ച് ആധുനിക സാഹിത്യം എന്ന് പറയും. അപ്പോൾ ആ ഒരു സാഹിത്യത്തിൻ്റെ ദിശയിലേക്കാണ് ഞങ്ങൾ നീങ്ങുന്നത് എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയും. ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അത് അങ്ങനെയാണ് MT നാരായണപിള്ളയുടെ 2 കഥകൾ, മുരുകനെന്ന പാമ്പാട്ടിയും ജോർജാദാമൻ്റെ കോടതിയും പ്രസിദ്ധീകരിക്കുന്നത്. ഒരു പത്രാധിപരും അത് 2 കഥകൾ പ്രസിദ്ധീകരിക്കില്ല. പക്ഷേ MT ഇത് പ്രസിദ്ധീകരിച്ചത് ഇതാണ് ഈ വരാൻ പോകുന്ന സാഹിത്യം, കഥ എന്നുള്ള തിരിച്ചറിവ്. അപ്പം ഞാൻ കുറച്ചുകൂടി പറഞ്ഞാൽ കുറച്ചുകൂടി നമ്മൾ പിന്നെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ MT എന്ന പത്രാധിപ സ്ഥാനത്തില്ലായിരുന്നെങ്കിൽ ഈ ആധുനിക സാഹിത്യം ഒരുപക്ഷെ നമ്മുടെ ഭാഷയിൽ ഉണ്ടാകുമെങ്കിൽ തന്നെ അതിന് വർഷങ്ങൾ വേണ്ടി വരുമായിരുന്നു. അപ്പോഴേക്ക് ആധുനിക സാഹിത്യത്തിന്റെ പ്രസക്തി കുറയുകയും ചെയ്യുമായിരുന്നു. അപ്പൊ MTയുടെ ഒരുപാട് സംഭാവനകളുണ്ട്. അതിലൊന്നും ഇതാണ്. കമലാസുരേറ്റ് എനിക്ക് അധികം പിന്നെ ബന്ധമുണ്ടായിരുന്നില്ല. സാഹിത്യ അക്കാദമിയിൽ ഞാൻ ഉണ്ടായിരുന്ന കാലത്താണ് ഞങ്ങൾക്ക് അവിടെ ഒരു സ്ഥലം നൽകിയിരുന്നു. അക്കാദമിക്ക് അവർ നാലുപാട്ട് സ്ഥലം തന്നിരുന്നു. പിന്നെ പക്ഷെ അവിടെ അന്നാണ് ഞാൻ പിന്നെ മാധവിക്കുട്ടിയായിട്ട് എടുക്കുന്നത്. മാധവിക്കുട്ടി എന്നോട് പലതവണ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം തന്നിട്ട്, അത് അക്കാദമിക്ക് സ്ഥലം തന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് അത് ഏറ്റെടുക്കാത്തത് എന്നുള്ളത്. പക്ഷെ അത് അന്ന് വലിയൊരു വിവാദം ഉണ്ടാക്കിയൊരു പ്രശ്നമായിരുന്നു അത്. കാരണം മാധവിക്കുട്ടി അക്കാദമിക്ക് നൽകിയിട്ടില്ല, സാഹിത്യ അക്കാദമിക്ക് ഫ്രീ ആയിട്ട് നൽകിയൊരു സ്ഥലത്തിൽ ഒരു സർപ്പക്കാവുണ്ട്. 1400 വർഷം പഴക്കമുള്ള സർപ്പങ്ങൾ, കൽസർപ്പങ്ങൾ. അപ്പം അതുകൊണ്ട് ആ സ്ഥലം എടുത്തിരിക്കാൻ ആർക്കും ധൈര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ മാധവിക്കുട്ടി ഇങ്ങനെ ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ടിട്ട് പിന്നെ അവർക്ക് തന്നെ പിന്നെ അവസാന കാലം വരികയാണെന്ന് പോയപ്പോൾ ഒരു സ്ഥലം വിളിച്ചിട്ട് ഒരുപാട് പറഞ്ഞു, എങ്ങനെയെങ്കിലും ഞാൻ കണ്ടെടുക്കുന്നതിന് മുമ്പ് ഏറ്റെടുക്കണമെന്ന്. അങ്ങനെയാണ് ഞാൻ പിന്നെ സുമാർ അഴീക്കോട് മാസ്റ്റർക്കായിട്ട് പോയിട്ട്, അഴീക്കോട് മാസ്റ്റർ എൻ്റെ ഉപദേശമാണ്. ഞാൻ പതുക്കെ പോകുമ്പോൾ മാസ്റ്റർ പറയും കുറച്ചുകൂടി സ്പീഡിൽ പോകണം. ഞാൻ സ്പീഡിൽ പോകുമ്പോൾ മാസ്റ്റർ കുറച്ചുകൂടി സ്ലോ ഡൗൺ കേട്ടെ. അഴീക്കോട് മാസ്റ്റർക്കായിട്ട് മാസ്റ്റർ ഞാൻ പറയും, മാസ്റ്റർ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ മാസ്റ്റർ നമുക്ക് അങ്ങനെയാണ് നല്ല രസമുള്ള കഥയാണ് കേട്ടോ. ഞാൻ അഴീക്കോട് മാസ്റ്റർ കൂടിയിട്ട് മാധവിക്കുട്ടിയുടെ സ്ഥലത്തേക്ക് പോയി. അവിടെ ചെന്ന് നോക്കുമ്പോൾ 4 സർപ്പങ്ങളുണ്ട് കേട്ടോ, കൽസർപ്പങ്ങൾ, 1400 വർഷം പഴക്കമുള്ള. അതിൻ്റെ മുകളിലൊക്കെ ഈ വിളക്ക് തിരികത്തിച്ച് വെച്ചിട്ട് അതിൻ്റെ സർപ്പങ്ങളും കത്തിയെ വെളിച്ചെണ്ണയുടെ നനവും അതിലിപ്പോൾ കരിഞ്ഞ പുകയും. പിന്നെ ആരൊക്കെ അവിടെ കൊണ്ടുപോയിട്ടില്ല, പണം ഉണ്ട്, നേർച്ചയായിട്ടുള്ള. അപ്പം ഞാൻ വിചാരിച്ച് എന്താ ചെയ്യാറില്ല. അപ്പം അവിടെ ഈ ഒരു പരിസരത്ത് സംഘപരിവാറുകാരുണ്ട്. അവിടെ ഒരു ബസ് സ്റ്റോപ്പിൻ്റെ പേര് തന്നെ സംഘപരിവാർ നേതാക്കളാണ് കേട്ടോ. അപ്പം അവർ ആ പരിസരത്ത് മുഴുവനുണ്ട്. അപ്പം അവരാണ് നമ്മൾ തൊട്ടിട്ടുണ്ടെങ്കിൽ, സർപ്പത്തിന് തൊട്ടിട്ടുണ്ടെങ്കിൽ പ്രശ്നമാകും. അപ്പം ഞാൻ അവിടെ എന്ത് ചെയ്തു, ഞാൻ അഴീക്കോട് മാസ്റ്റർ കൂടി ആലോചിച്ചിട്ട് അപ്പോൾ പത്രക്കാർ കിട്ടി കേട്ടാ. ഞങ്ങൾ പറഞ്ഞു, പത്രക്കാർ ചോദിച്ചപ്പോൾ നിങ്ങൾ എന്താണ് ഏറ്റെടുക്കാത്തത്? അപ്പോൾ ഞാൻ പറഞ്ഞു ഏറ്റെടുക്കും. എപ്പോഴാണ് ഏറ്റെടുക്കുക? നമ്മൾ ഇപ്പോഴത്തെ ഏറ്റെടുക്കും. അപ്പം ഇപ്പം നിങ്ങൾ എന്ത് ചെയ്തു? അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ സർപ്പങ്ങളെ തൊഴില്ല എന്ന് പറഞ്ഞു.
കേട്ടോ. സർപ്പങ്ങൾ അതേപോലെ നിർത്തിയിട്ട് മറ്റു സ്ഥലങ്ങൾ ഞങ്ങൾ ഏറ്റെടുക്കുന്നു. പ്രശ്നം തീർന്നു കേട്ടോ. അതോടുകൂടി എല്ലാവർക്കും സമാധാനമായി. അങ്ങനെയാണ് ആ സ്ഥലം ഏറ്റെടുക്കുന്നത്. അഴീക്കോട് മാഷാണ് അതിൻ്റെ, ഞാനുമാണ് അതിൻ്റെ രേഖകളൊക്കെ ആയിട്ട് പിന്നെ മാധവപ്പിൻ്റെ അടുത്ത് പോയിട്ട് ഒപ്പിട്ട് വാങ്ങിയത്. അങ്ങനെയാണ് അത് അതൊരു കട. പിന്നെ ഭാഗവതത്തിൽ വേറെ ഒരുപാട് കടകളുണ്ട്. ഒരുപാടിനോട് കുറച്ച് പോയി കണ്ടിട്ട് ഒരുപാട് സ്നേഹമുണ്ട്. ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഞാൻ കണ്ടപ്പോൾ എനിക്ക് ചായയൊക്കെ തന്നിട്ട് പറഞ്ഞു, മൂന്ന് എനിക്ക് ഒരുപാട് ആഭരണങ്ങൾ ഉണ്ടായിരുന്നു, സ്വർണ്ണാഭരണങ്ങൾ. അവർക്ക് ആഭരണങ്ങൾ ഇഷ്ടമായിരുന്നു, ഒരുപാട് സ്വർണ്ണാഭരണങ്ങൾ. എന്നിട്ട് പറഞ്ഞു എല്ലാം പോയി. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? ഞാനത് ഓരോരുത്തർക്കൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞു. ആരെങ്കിലും വന്ന് ചോദിക്കും, എൻ്റെ മകളുടെ കല്യാണമുണ്ട്, അവർക്ക് പൊന്നില്ല, അപ്പോൾ ഊരി പോകും. എന്നിട്ട് പറയുന്നത് പോലെ എല്ലാം പോയി എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ എനിക്കിപ്പോൾ ഒരു വിഷമം കേട്ടോ. ഈ മാധവക്കുട്ടിയെ പറ്റി കാര്യമായിട്ട് ഞാൻ പറഞ്ഞില്ല. കാരണം അതിൻ്റെ ആ കോണ്ടാക്സ്റ്റില്ല. ഡൽഹിയാണ് ഞാൻ ഇനിയിപ്പം എംബസിക്കാരൻ പോലെ കേരളക്കാരൻ അപ്പോഴും ഇതിൽ മേദിനെ കുറിച്ച് പറഞ്ഞു. മേദിലുമായിട്ടുള്ള ഓർമ്മ മേദിൽ രാധാകൃഷ്ണൻ. അല്ലേ, എന്തിനെ കുറിച്ചും എഴുതാൻ പറ്റുന്ന ഒരാള്. ഒരു മേശപ്പുറത്ത് മേശയോട് ഇങ്ങനെ എന്നോട് പറഞ്ഞ മേശ ഇതിനെ കുറിച്ച് 50 പേജ് എഴുതാൻ പറ്റും. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. 50 പേജ് എനിക്ക് എഴുതാൻ പറ്റും. ഇരിക്കുമ്പോൾ എന്നോട് ഈ മേശ വേണമെങ്കിൽ എനിക്ക് ഇതിനെ കുറിച്ച് 50 പേജ് എഴുതാൻ കഴിയും. ആനന്ദുമായിട്ട് ഞങ്ങൾ വളരെ അടുത്ത ബന്ധമുണ്ട്. പ്രത്യേകിച്ച് ആനന്ദിന്റെ ഭാര്യയും എൻ്റെ ഭാര്യയും പന്ത്രണ്ട്. ആനന്ദ് ഇടയ്ക്ക് ഞങ്ങളെ ഭക്ഷണം കഴിക്കാനൊക്കെ കഴിക്കും. ആനന്ദ് നല്ലോണം ഭക്ഷണം പാകം ചെയ്യും കേട്ടോ. ആർക്കും അറിയാത്ത കാര്യം. നല്ല പാചകക്കാരനാണ്. നല്ല പാചകക്കാരനാണ് ആനന്ദ്. അങ്ങനെ നല്ല മട്ടൺ കറിയൊക്കെ ഉണ്ടാകും. ഞങ്ങളെ വീട്ടിൽ അങ്ങനെ ഒരു കുടുംബ ബന്ധമുണ്ട്. പല ഭാഗത്തും വരുന്നു. ഒരു കുടുംബ ഞങ്ങൾ എഴുത്തുകാർ തമ്മിലുള്ള ബന്ധം മാത്രമല്ല, ഞങ്ങളുടെ ഭാര്യകൾ തമ്മിലുള്ള ബന്ധം അതുണ്ട് കേട്ടോ. അതൊരു വളരെ പ്രശ്നമാണ്. ഒരു സൗഹൃദം, ഒരു കുടുംബ ബന്ധം. നിങ്ങളൊക്കെ തിരക്കുള്ള ആളുകളായതുകൊണ്ട് ഇവരുടെ ഒരു സമാധാനം ഉണ്ടായില്ല. അപ്പൊ വരുന്നല്ലോ സച്ചിമാഷിന്റെ ഭാര്യ. ഒരു നല്ല കാര്യമല്ലോ സച്ചിമാഷ് അവിടെ വന്നപ്പോൾ ഞാൻ താമസിച്ചത്. ഞാൻ ഒഴിഞ്ഞ വീട്ടിലാണ് സച്ചിമാഷും ഡൽഹി ആദ്യമായിട്ട് വന്നപ്പോൾ താമസിച്ചത്. സച്ചിമാഷ് കഴിഞ്ഞ പ്രാവശ്യം WLF വളരെ സജീവമായിട്ട് നിന്ന ആളാണ്. ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നത് ഓരോ WLF അപ്ഡേഷൻ കൊടുക്കുമ്പോഴും മാഷോട് ചോദിക്കാതെ തന്നെ ആരോഗ്യത്തിന്റെ അപ്ഡേഷൻ എനിക്ക് തന്നുകൊണ്ടിരുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി മനസ്സുകൊണ്ട് ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ ഇവിടെ വരണമെന്ന് ആഗ്രഹിച്ച ആളാണ്. ഒരാഴ്ച എന്നോട് പറഞ്ഞു ഒരു നിർത്തിയില്ല, അതെ എനിക്ക് വരാൻ പറ്റുന്നില്ല. എന്താണെന്ന് വായനക്കാരാണ് നമ്മളെ എഴുത്തുകാർക്ക് കൊള്ളുകയാണ്. വിശ്രമിക്കാൻ സമ്മതിക്കുന്നില്ല. ഒരു നിമിഷം ഉണ്ടല്ലോ എനിക്കൊന്ന് വിശ്രമില്ല. രാവിലെ മുതൽ ആളുകൾ വരികയാണ് വീട്ടിൽ കയറി. ഫോൺ ചെയ്യില്ല, മൊബൈൽ ഫോൺ കയ്യുണ്ട്. 7 മണിയാകുമ്പോൾ പല്ല് വെച്ചിട്ടുണ്ടെന്ന് നമ്മൾ അപ്പോഴേക്കും ആളുകൾ ടാക്സി വന്നു പോകും. ഒരു ടാക്സിക്കാർ വരുന്ന 4-5 ആളുകൾ നമ്മളെ ഒരു മീറ്റിംഗ് വിളിക്കാൻ വേണ്ടിയാണ്. അതൊരു ഫോണിൽ വിളിച്ച പോലെ അത് ചെയ്യില്ല. ഇത് ഇങ്ങനെ വൈകുന്നേരം ആളുകൾ വരിക കേട്ടോ. ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അപ്പോഴും ഫോൺ എടുക്കുന്നുണ്ടാണ്. അപ്പം ഫോൺ അടിച്ചിട്ട് പറയും, സാറേ ഞാൻ സാറിന് ഇങ്ങനെ കണ്ടു 5 കൊല്ലം ഉപയോഗിച്ച് കണ്ടിട്ടുള്ള ഒരാളാണ് ഈ പറയുന്നത് കേട്ടോ. എനിക്കവിടെ ഓർമ്മയുണ്ടാവുക. അപ്പൊ ഇങ്ങനെ കുളിക്കാൻ പറ്റില്ല, അപ്പോഴും ഫോണാണ്. അപ്പൊ എന്താ ചെയ്യുക? പിന്നെ അത് ഒരു സ്വകാര്യത ഇല്ല വീട്ടില്. അതിന്റെ ഒരു സൂപ്പർ സ്റ്റാറിനോടുള്ള സ്റ്റാറിന്റെ പ്രശ്നമല്ല. എന്നേക്കാൾ സൂപ്പർ സ്റ്റാറുണ്ട്, പക്ഷെ അവരുടെ വീട്ടിൽ പോകില്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോ എന്ന് പറയാൻ എനിക്ക് കഴിയും. അത് എനിക്കും എൻ്റെ ഭാര്യയ്ക്കും പറ്റില്ല. ഇവിടെ അതുപോലെ ഏത് സൂപ്പർ സ്റ്റാർ ഞാൻ സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ ചെയ്യാൻ ചില മദ്യപാനികൾ ഭയങ്കരമായിട്ട് മദ്യപിച്ചിട്ട് ആടിയിട്ടേക്ക് വന്ന് പിന്നെ മൂന്ന് സ്റ്റാറിനെ കാണും. എന്നിട്ട് ഇവള് മദ്യപാനിക്ക് പിന്നെ നല്ല ചായയും അണ്ടിപ്പരിപ്പെല്ലാം കൊടുക്കും. മദ്യപാനി ചായ കുടിക്കും. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നോ എന്ന് പറയാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ സൽക്കാരം പറയാവുന്നു. ഞാനിങ്ങനെ നോ എന്ന് പറയാനുള്ള മടികൊണ്ട് ആര് വന്നാലും വീട്ടിൽ കയറ്റും. അപ്പൊ ഇനിയും അടുത്ത ഇര ആയി കഴിഞ്ഞു. അടുത്ത ഇര ഞാനായിരുന്നു. സാർ ഇരയായിട്ടൊന്നും മാറില്ല സാർ, പേടിക്കണ്ട. എനിക്ക് തോന്നുന്നു സമയം വൈകുന്ന സദസ്സിന്റെ ചോദ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആയിട്ട് ഇതിന് മാറ്റാം. ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്.
ഹലോ, എൻ്റെ പേര് പുഷ്പജ. ഞാൻ തളിപ്പറമ്പിലാണ്, ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറാണ്. ഞാൻ മൂന്നാറിൽ ഇപ്പോൾ നോ എന്ന് പറയുന്നതിനെ പറ്റി ഒരു കാര്യം എൻ്റെ ഒരു ഓർമ്മയിൽ വന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഒരിക്കൽ ഒരു മാസത്തേക്ക് വേണ്ടിയിട്ട് ഒരു ഫോട്ടോ ആവശ്യം വന്നപ്പോഴേ കണ്ണൂരിലെ ഒരു ഓസി മോഹൻ രാജ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മൂന്നാട്ടൻ വീട്ടിലുണ്ട്, നീ പോയിട്ട് കുറച്ച് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ലാൻഡ് ഫോൺ നമ്പറാണ് തന്നിരിക്കുന്നത്, മൊബൈൽ നമ്പർ ഇല്ല. അങ്ങനെ ലാൻഡ് ഫോൺ നമ്പറിൽ ഞാൻ വിളിച്ചപ്പോൾ ചേച്ചി ഫോട്ടോ എടുത്ത് പറഞ്ഞു, മൂന്നാറിന് ഇപ്പോൾ പോയി, എവിടെ ഇല്ല. അപ്പോൾ ഞാൻ ചോദിച്ചു എവിടേക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ ആ തലശ്ശേരി വായനശാല ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നേരെ വായനശാലയിൽ പോയപ്പോഴേ അവിടെ ചോദിച്ചു, മൂന്നാറിൽ ഇപ്പോൾ ഇവിടെ ഇറങ്ങി എവിടെ ഇല്ല, എവിടെ പോയെന്ന് അറിയാമെന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും ചേച്ചിയെ വിളിച്ചു, വായനശാല ഉള്ളത് അവിടെ നിന്ന് ഇറങ്ങി എന്ന് പറഞ്ഞു. എന്നാൽ KSB പൈസ എടുക്കാറുണ്ട്, അവിടെ പോയിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ KSB പോകുമ്പോൾ മൂന്നാറിന് അവിടെ ഒരു സഞ്ചിയും കയ്യിൽ വെച്ചിട്ട് പൈസ അടക്കാൻ കയ്യിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് പൈസ അടച്ച് വരുന്നവർ കാത്തു വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ മൂന്നാറിൻ്റെ കുറച്ച് ഫോട്ടോ വേണമായിരുന്നു. എവിടെ നിന്ന് എടുക്കേണ്ടത് എന്ന് ചോദിച്ചത്. എവിടെ നിന്ന് എടുക്കാം, അവിടെ വീട്ടിൽ നിന്ന് എടുക്കാം. പക്ഷെ അവിടെ എപ്പോഴും എടുക്കാൻ വേണ്ടി ആംബുലൻസ് ഒന്നും ആൾക്കാർ, പിന്നെ KSBയുടെ കമ്പികളും അതുകൂടി വേസ്റ്റ് സാധനങ്ങളൊക്കെ സ്ഥലം ഉണ്ടായിരുന്നു. പിന്നെയൊക്കെ അവിടെ ഉപഭോക്തൃ നിയമം എഴുതി വെച്ച ഒരു ബോർഡ് ഉണ്ടായിരുന്നു. ആ ബോർഡിന്റെ പശ്ചാത്തലത്തിൽ, ഒരു എഴുത്തിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ കുറച്ച് ഫോട്ടോ എടുക്കുകയും അപ്പൊ എനിക്ക് ഓർമ്മിക്കാൻ കാരണം നാട്ടിൽ നോ എന്ന് പറയാറില്ല എന്നുള്ളത് എൻ്റെ ഒരു ഇതാണ്. അത് മാത്രമല്ല, ഇപ്പം വിശാലം സംസാരിക്കുമ്പോഴേ ഒരു സൂപ്പർ സ്റ്റാർ ഒരു പദവിയിൽ എഴുത്തുകാരൻ എന്ന് പറഞ്ഞാൽ പറയുമ്പോഴേ മൂന്നാറിന് എങ്ങനെയാണ് ഇത്രയും ഒരു എളിമയും ഒരു കരുണിക്ക് ഉണ്ടാവുന്നത് എന്നൊരു സംശയം തോന്നുന്നുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. അല്ല, ഞാൻ പിന്നെ എല്ലാവരുമായിട്ട് സഹകരിക്കാനുള്ളത് എൻ്റെ ഒരു രീതിയാണ്. അപ്പം നമ്മളിപ്പം പിന്നെ പലതരത്തിലുള്ള ആളുകൾ തങ്ങൾ ഫോട്ടോ എടുക്കാൻ വരുന്നത്, പിന്നെ ചിലർ പിന്നെ ഒരു കഥയോ കവിത എഴുതിയിട്ട് അത് വായിക്കാൻ കൊണ്ടുവരുന്നു, അങ്ങനെ പലതരത്തിലുള്ള ആളുകളെ ഇങ്ങനെ വായിച്ച് കാണാൻ വരുന്നു. അപ്പൊ അത് പലപ്പോഴും പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, സമയത്തിന്റെ പ്രശ്നങ്ങൾ അതൊക്കെ ഉണ്ട്. എങ്കിലും ഞാൻ കഴിയുന്നവർ സഹകരിക്കാറുണ്ട്. അതൊരു രീതിയാണ് എൻ്റെ ഒരു. പിന്നെ എനിക്ക് തോന്നുന്നത്, പിന്നെ നമ്മൾ എഴുത്തുകാരുണ്ടല്ലോ, ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ സ്വകാര്യത നഷ്ടപ്പെടുത്തുന്നു, നമ്മുടെ സമയം അപഹരിക്കുന്നവർ. പക്ഷെ എങ്കിലും എനിക്ക് തോന്നുന്നത് നമ്മൾ എഴുത്തുകാർ കേരളത്തിലെ പ്രത്യേക കോണ്ടെക്സ്റ്റിൽ പിന്നെ എഴുത്തുകാർ ജനങ്ങളുടെ ഇടയിൽ നിൽക്കണം എന്നുള്ളതാണ്, ജനങ്ങളുടെ നടുവിൽ നിൽക്കണം എന്നുള്ളതാണ്. അങ്ങനെ മാത്രമേ നമ്മൾ കാരണം കേരളത്തിൽ എഴുത്തുകാരൻ ദൂരെ നിൽക്കുന്ന ഒരാളല്ല, യൂറോപ്യൻ സങ്കല്പമാണത്. എഴുത്തുകാരൻ ദൂരെ നിൽക്കുന്ന, അതാണ് യൂറോപ്യൻ സങ്കല്പം. എഴുത്തുകാരൊരിക്കലും ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാവില്ല. പക്ഷെ കേരളത്തിൽ അങ്ങനെയല്ല. അതുകൊണ്ട് താങ്കൾ പറഞ്ഞതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും ജനങ്ങളുടെ മധ്യത്തിൽ നിൽക്കുകയാണ്. അതിൽ ചിലപ്പോഴും എനിക്ക് സന്തോഷം തോന്നാറുണ്ട്. വളരെ ദൂരെ ഉൾനാട്ടിൽ ഒരു വായനശാലയുടെ 50ാം വർഷത്തിൽ എന്നെ വിളിച്ചിട്ട് ഞാനവിടെ ചെല്ലുമ്പോൾ നാട്ടുമ്പുറമായിരിക്കും, ആ നാട്ടിൻ്റെ ആഘോഷമായിരിക്കും. എന്നെ വീട്ടിൽ വിളിച്ചുകൊണ്ടുപോകുന്ന പലരും ചായ തരുന്നു, കേട്ടോ, ചായ തരുന്നു, ഏലാഞ്ചി പൊരിച്ച് തരുന്നു. ഏലാഞ്ചി പൊരിച്ച് നിങ്ങൾക്കറിയില്ല, ഞങ്ങളുടെ നാട്ടിലൊരു പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അത് ഒരു സന്തോഷം ഉണ്ടല്ലോ. പക്ഷെ എനിക്ക് സമയം കിട്ടണ്ടേ, എനിക്ക് ഒരു 10 പേരുണ്ടായിരുന്നെങ്കിൽ പിന്നെ നമുക്ക് പല സ്ഥലത്തും പോകാമായിരുന്നു. പക്ഷെ ഇത് ഒരാളല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു ചുറ്റുപാടിൽ ജീവിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചെങ്കിലും വായനക്കാരൻ, പൊതുസമൂഹം എഴുത്തുകാരനെ കുറിച്ച് ചിന്തിക്കണം, എഴുത്തുകാരുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് ചിന്തിക്കണം. അല്ലെങ്കിൽ ഞങ്ങളെല്ലാം രോഗികളെ മാറിപ്പോകും, എല്ലാ എഴുത്തുകാരും. നമസ്കാരം സർ. പറഞ്ഞു നമ്മുടെ മനസ്സിലല്ലേ, സാറിന്റെ മനസ്സിൽ ഒരു കഥാപാത്രം പുകഞ്ഞ് നേറി കത്തുമ്പോൾ ഏറ്റവും ഒച്ചത്തിൽ നിലവിളിക്കുന്ന കഥാപാത്രത്തെ കുറിച്ചാണ് സാർ എഴുതുന്നത്. നമ്മുടെ സാർ എഴുതി തുടങ്ങി വഴിക്ക് വെച്ച് ആ നിലവിളി നിലച്ചു പോയിട്ടുണ്ടോ? അതായത് എന്തെങ്കിലും എഴുതി തുടങ്ങി പിന്നീട് പകുതിയിൽ നിന്ന് അങ്ങോട്ട് എഴുതാൻ പറ്റാതായി പോകും, അങ്ങനെ കഥകൾ അല്ലെങ്കിൽ നോവൽ പകുതിയിൽ വെച്ച് നിർത്താൻ കഴിയുക? അങ്ങനെയുള്ള പിന്നെ കഥകളുണ്ട്, നോവലുണ്ട്. ഇപ്പൊ ഒരു നോവല് പോലും അങ്ങനെ നിന്ന് പോയിട്ടുണ്ട്. അത് നായനാറിന്, നമ്മുടെ ഈ സഖാബി കെ നായനാരുടെ ഒരു രസകരമായ സംഭവമുണ്ട്. നായനാർ പിന്നെ ഒളിവിൽ കഴിയുമ്പോൾ പിന്നെ മഴയൊക്കെയുള്ള രാത്രി വീട്ടിലേക്ക് നടന്നു പോകാം. രാത്രിയാണ്, നനവുണ്ട് എല്ലാ സ്ഥലത്തും, വെളിച്ചമില്ല. അപ്പോഴാണ് ഇരുട്ടിൽ ഒരു കണ്ണ് മിന്നുന്നത്. നോക്കുമ്പോൾ വലിയൊരു പാമ്പാണ് കേട്ടോ, സർപ്പം. അപ്പൊ നായനാർ പറഞ്ഞ മാറി നിൽക്കണം, ഞാൻ കൃഷ്ണപിള്ളിയല്ല, നായനാരാണ്. ഞാൻ അത്ര എഴുതി കേട്ടോ, അത്ര എഴുതിയാണ്. അതിപ്പോ കിടപ്പുണ്ട് കേട്ടോ.
അത് അപ്പോൾ അപ്പോഴും കൃഷ്ണപിള്ളേര് നായനാട് അപ്പോഴും പാമ്പ് ഇറങ്ങി പോയി കേട്ടോ. പാമ്പ് വന്ന വഴിയെ പോയി നായനാട് വീട്ടിലേക്ക് പോയി കേട്ടോ. അങ്ങനെ ഒരു സംഭവം അത് തുടർന്നിട്ടില്ല, അതോടെ കിടപ്പുണ്ട്. ഇപ്പൊ എനിക്കറിയില്ല, ചിലപ്പോൾ അത് തുടരും. ഈ പറഞ്ഞതുപോലെ അതൊരു ദിവസം നിലവിളിക്കും, നായനാട് ഒരു ദിവസം നിലവിളിക്കും, എഴുതുമോനെ എഴുതുമോനെ. അപ്പോഴ് നമുക്ക് ഇടാൻ പറ്റും. സാഹിത്യ സംബന്ധമായിട്ടുള്ള കാര്യമല്ല സാറേ. സാറ് വൈനെ കുറിച്ചിട്ട് നല്ലത് പറഞ്ഞതിന് നന്ദി. എന്റെ ഭാര്യ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഭാര്യ പഠിക്കാതെ വൈൻ കഴിക്കാം. അപ്പൊ സാറിന് വൈൻ കഴിച്ച് ലഹരി ഒന്നൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഭാര്യ ചീത്ത പറഞ്ഞിട്ടുണ്ടോ? അത് സാധാരണ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം കൊണ്ട് ചീത്ത പറയണം. അങ്ങനെ പറയണോ? അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നമ്മൾ പരസ്പരം ഉണ്ടല്ലോ, നമ്മള് എല്ലാവരും പിന്നെ എല്ലാ സ്നേഹബന്ധങ്ങളും എങ്ങനെയാണ് നമ്മൾ പരസ്പരം കലയിക്കണം. കലയിക്കാത്ത സ്നേഹബന്ധമില്ല. ഭാര്യ ഭർത്താവ് മാത്രമല്ല, അച്ഛനും മകനും അല്ലെങ്കിൽ അച്ഛനും മകളും അല്ലെ നമ്മൾ തമ്മിൽ കലകളിൽ കൂടെ ശക്തിപ്പെടുന്ന ബന്ധങ്ങളാണ് യഥാർത്ഥ ബന്ധം കേട്ടോ. മറ്റുള്ള ബന്ധങ്ങളിൽ കൃത്രിമമാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. സാർ, എൻ്റെ കോളേജ് കാലത്തെ ഒരു റിബൽ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് അന്ന് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളതും ഞാൻ ഏറ്റവും തീവ്രമായിട്ട് പ്രണയിച്ചിട്ടുള്ളതും സാറിന്റെ പല നായകന്മാരെയുമാണ്. അപ്പൊ അതിനകത്ത് എനിക്ക് ഏറ്റവും എന്നിലെ ആ റിബലിനെ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ളത് ഈ നായകന്മാരുടെ അരാജകത്വമാണ്. അപ്പം ഒരു മലയാള അധ്യാപികയായ എൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ പലപ്പോഴും ഈ നായകന്മാരെ കുറിച്ച് സംസാരിക്കുമ്പോൾ അമ്മ പറയാറുണ്ട്, അദ്ദേഹം ഡൽഹി എംബസിയിൽ, ഫ്രഞ്ച് എംബസിയിൽ വളരെ നല്ലൊരു ഡിപ്ലോമാറ്റിക് പൊസിഷനിൽ ഇരുന്നാണ് ഈ നായകന്മാരെ എഴുതുന്നത്. നീ ഫാന്റസൈസ് ചെയ്യുന്നത് അവരുടെ അരാജകത്വത്തെ. അപ്പൊ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ചോദ്യമാണ്, അപ്പം ഹരിദ്വാറിലെ രമേശിനെയും ആദിത്യനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ മാനസിക വ്യവഹാരങ്ങളെ, അവരുടെ ഇന്റേണൽ കോൺഫ്ലിക്റ്റുകളെ സാർ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വരച്ചു കാണിക്കുന്നുണ്ട്. അപ്പം ഈ പുസ്തകങ്ങളൊക്കെ വരുന്ന ഒരു 1970 ശേഷം ഡൽഹിയുടെ രാഷ്ട്രീയ മണ്ഡലവും അരാജകത്വത്തിലേക്ക് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ്, അത് വളരെ സജീവമാകുന്ന കാലഘട്ടത്തിലാണ്. അപ്പം എങ്ങനെയാണ് സാറിന്റെ സത്യത്തിൽ നിന്ന് ഇത്രയും വിദൂര സാദൃശ്യമുള്ള കഥാപാത്രങ്ങളെ, അവരുടെ മാനസിക വ്യവഹാരങ്ങളെ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ കഴിയുന്നത്? അത് എൻ്റെ അനുഭവങ്ങളാണ് കേട്ടോ. ഞാനവിടെ ഡൽഹിയിൽ പോയപ്പോഴുള്ള അനുഭവങ്ങളാണ്. അപ്പൊ ഞാൻ ഒരിക്കലും വീട്ടിൽ അടങ്ങിയിരിക്കുന്ന ഒരു എഴുത്തുകാരനല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇങ്ങനെ സഞ്ചരിക്കുക, അല്ലെങ്കിൽ നടക്കുക, അങ്ങനെയുള്ള അതിനെക്കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. ഡൽഹി നമ്മുടെ എംബസി കാലത്ത് ഞാൻ പറയുന്നുണ്ട് ആ കാലത്തെ കുറിച്ച്, എങ്ങനെയാണ് ഞാൻ ഇവരെ മനസ്സിലാക്കിയിരുന്നത് കേട്ടോ. ഞാൻ കണ്ട അതിൽ അന്ന് ഞാൻ എഴുതിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഒന്നും തന്നെ ഇമാജിൻ ചെയ്തിട്ടുള്ളതല്ല, ഞാൻ കണ്ട കാര്യങ്ങളാണ്, ഞാൻ സാക്ഷിയായിട്ടുള്ള കാര്യങ്ങളാണ്. ഡൽഹിയിൽ ഒരുപാട് അനാഥരായിട്ടുള്ള ഒരു യുവത്വം കണ്ട അവിടെ നടക്കുന്നുണ്ടായിരുന്നു, അവർ നശിച്ചു പോയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ എത്ര പേര് അവിടെയുള്ള യുവാക്കൾ ജോലി അന്വേഷിച്ച് വന്നത്, ജോലി ഉണ്ടാവില്ല, അവസാനം ചിലർ ആത്മഹത്യ ചെയ്യുന്നു കേട്ടോ, ചിലർ മദ്യം കഴിക്കുന്നു. ആ ഒരു കാലം ഭയങ്കരമാണ്. അത് ആ കാലത്തിൻ്റെ ഒരു ചിത്രമാണ്, കുറേ ചിത്രങ്ങളാണ് എൻ്റെ കഥകളിലും നോവലുകളിലും ഉള്ളത്. അത് ഞാൻ സൃഷ്ടിച്ചതല്ല, പിന്നെ ഞാൻ പകർത്തിയതാണ് യഥാർത്ഥത്തിൽ. എനിക്ക് തോന്നുന്നു സമയപരിമിതിയുടെ പ്രശ്നം കൂടെ നമുക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട്. മുകുന്ദ സാറോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് മുകുന്ദ എന്ന എഴുത്തുകാരനെ കുറിച്ചൊരു പുസ്തകം എഴുതാൻ എനിക്ക് വലിയ ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്റർവ്യൂ പോലെ ഞാൻ കാണുന്നത്. എന്നാലും ഇത്രയും സമയം, പ്രത്യേകിച്ചും നട്ടച്ച സമയത്ത് ഇവിടെ വന്നിരുന്നു, ഒരുപാട് ദൂരം യാത്ര ചെയ്തു. കഴിഞ്ഞ വർഷം ഡൽഹിയിൽ പങ്കെടുക്കാൻ പറ്റിയില്ല, അതിന് സങ്കടം ഞങ്ങൾ രണ്ടു കൂട്ടർക്കും ഉണ്ടായിരുന്നു. ഈ വർഷം സകുടുംബം വന്ന് ഇതിന്റെ ഭാഗമായതിൽ നന്ദി അറിയിക്കുന്നു. ഇത്രയും സമയം ഞങ്ങളെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സെഷൻ തീർന്നതായിട്ട് പ്രഖ്യാപിക്കാം. നന്ദി.